ഓക്കെ, അത് ഫാക്ടറി ഓവർഹെഡ് ആണോ, അതായത് മാനുഫാക്ചറിങ് ഓവർഹെഡ് ആണോ, അല്ലെങ്കിൽ അത് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇങ്ങനെ നോക്കിയാൽ മതി. ആ ഒരു എക്സ്പെൻസ് ഫാക്ടറിയിൽ വന്നിട്ടുള്ള എക്സ്പെൻസ് ആണെങ്കിൽ അത് മാനുഫാക്ചറിങ് ഓവർഹെഡ് ആയിരിക്കും. റെന്റ്, ഇലക്ട്രിസിറ്റി, അത് ഫാക്ടറിയിലെ റെന്റ് ആണെങ്കിൽ അത് മാനുഫാക്ചറിങ് ഓവർഹെഡ് ആയിരിക്കും. ഇനി അത് അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലെ റെന്റോ ഇലക്ട്രിസിറ്റിയോ ആണെങ്കിൽ അത് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിന്റെ കാറ്റഗറിയിലാണ് വരാം. ഓക്കെ, ഇനി ഫാക്ടറിയിലെ സൂപ്പർവൈസേഴ്സ്, ഓക്കെ, അവരുടെ സാലറി ഒരു ഇൻഡയറക്ട് ലേബർ. ഓക്കെ, ഫാക്ടറിയിൽ വന്നിട്ടുള്ള സൂപ്പർവൈസേഴ്സിന്റെ സാലറി ഇൻഡയറക്ട് ലേബറാണ്. അത് ഇൻഡയറക്ട് ലേബർ ആണ്, നമുക്ക് ഓവർ ഹെഡ്സ് ആണ്, അത് അലോക്കേറ്റ് ചെയ്യണം. അത് ഡയറക്റ്റ് ട്രേസ് ചെയ്യാൻ പറ്റില്ല, ഒരു യൂണിറ്റിലേക്ക് എത്ര ആയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിനെ നമ്മൾ ടോട്ടൽ കണ്ടിട്ട് ഓരോ യൂണിറ്റിലേക്കും അവസാനം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കോസ്റ്റ് മാനുഫാക്ചറിങ് ഓവർഹെഡ് ആണോ അല്ലെങ്കിൽ സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യാൻ എന്ത് നോക്കിയാൽ മതി. ദാ ഈ ഫാക്ടറിയിലുള്ള സൂപ്പർവൈസേഴ്സിന്റെ സാലറീസ് മാനുഫാക്ചറിങ് ഓവർഹെഡ് ആയിരിക്കും, കാരണം അത് ഡയറക്ട്ലി മാനുഫാക്ചറിങ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അഡ്മിനിസ്ട്രേഷന്റെ സ്റ്റാഫ്സ്, അവിടെ അക്കൗണ്ടന്റ് ഉണ്ടാവും അല്ലെ, അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ അക്കൗണ്ടന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ സെയിൽസിന്റെ സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. ഇവരൊന്നും മാനുഫാക്ചറിംഗിൽ ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഇവരുടെ സാലറീസ് എന്താണ്, ഒരു ഓവർഹെഡ് ആണ്, കാരണം അതൊരു ഇൻഡയറക്ട് ലേബർ ആണ്, ഓവർഹെഡ് ആണ്. അപ്പൊ ഈ അക്കൗണ്ടന്റിന്റെ സാലറി, ഈ സെയിൽസ് സ്റ്റാഫിന്റെ സാലറി, ഇതൊന്നും ഫാക്ടറി ഓവർഹെഡ് അല്ല. അതുകൊണ്ട് തന്നെ അത് മാനുഫാക്ചറിംഗ് ഓവർഹെഡ് അല്ല, അത് എന്തിലാ വരുന്നത്, സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡുകളാണ് വരുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഒരു മാനുഫാക്ചറിംഗ് ഫേമിൽ വരാൻ ചാൻസ് ഉള്ള കോസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഓരോ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. രണ്ട് ഇൻകം സ്റ്റേറ്റ്മെന്റിലും ഏതൊക്കെ രീതിയിലാണ് ഈ കോസ്റ്റുകൾ അലോക്കേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇനി ഈ മാനുഫാക്ചറിങ് ഓവർഹെഡ് തന്നെ എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ആ കോസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു ഡയറക്റ്റ് അതർ എക്സ്പെൻസ് അല്ലെ, അതായത് നമ്മുടെ ഡിസൈൻ കോസ്റ്റ് അല്ലെ. നമ്മൾ കൂടുതൽ ഷർട്ട് മാനുഫാക്ചർ ചെയ്യുന്നതിനനുസരിച്ചിട്ട്, കൂടുതൽ ഷർട്ട് മാനുഫാക്ചർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ കോസ്റ്റ് കൊടുക്കേണ്ടി വരും ഡിസൈനറിന്. സോ ഓക്കെ, സോ ഈ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ഈ കോസ്റ്റ് കൂടി, ഈ മാനുഫാക്ചറിങ് ഓവർഹെഡ് കൂടി. സോ അത് വേരിയബിൾ ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഈ ഫാക്ടറിയിലുള്ള റെന്റ് അല്ലെ, അത് ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് ആണ്. ഞാൻ അതിനെ FMOH എന്ന് വിളിച്ചു. ഫാക്ടറിയിലുള്ള റെന്റ് ഞാൻ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും, ഫോർ എക്സാമ്പിൾ 50,000 ആണ് ഒരു മാസത്തെ റെന്റെങ്കിൽ 50,000 കൊടുക്കണം. ഓക്കെ, ഇനി ഞാൻ ഒരു 5,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും 50,000 കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഒരു യൂണിറ്റ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തില്ല, അത് എനിക്ക് റെന്റ് കൊടുക്കാതിരിക്കാൻ പറ്റും? ഇല്ല, ഞാൻ എന്തായാലും റെന്റ് കൊടുത്തിരിക്കണം. സോ ഈ മാനുഫാക്ചറിങ് ഓവർഹെഡ് തന്നെ വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് ഉണ്ട്, ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് ഉണ്ട്. സോ നമ്മൾ ഇത്രയും കാലം ഡിസ്കസ് ചെയ്ത നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് ഇൻകം സ്റ്റേറ്റ്മെന്റിലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പറഞ്ഞിട്ടുള്ള കോസ്റ്റുകളിൽ എന്തൊക്കെ കോസ്റ്റുകളാണ് വരാന്ന് നമുക്ക് നോക്കാം. ഇതാ ഈ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഓവർഹെഡും ആണ് അതിൽ വരിക. ഓക്കെ, മാനുഫാക്ചർ ചെയ്യാൻ വന്നിട്ടുള്ള കോസ്റ്റുകളാണ് ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ വരിക. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതി തരാം. അത് കഴിഞ്ഞിട്ടുള്ള സെല്ലിംഗ്, അഡ്മിനിസ്ട്രേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡുകളാണ് നമ്മൾ ഇത്രയും കാലം ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് വിളിച്ചത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിനെ ഞാൻ നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് വിളിച്ചു. നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ്, കാരണം മാനുഫാക്ചറിംഗിൽ ഉള്ളതല്ല. മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അതിന്റെ അഡ്മിനിസ്ട്രേഷനും വേണ്ടിയിട്ട് വന്നിട്ടുള്ള കോസ്റ്റാണ്. അത് ഡയറക്ട്ലി മാനുഫാക്ചറിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, മാനുഫാക്ചറിംഗ് കഴിഞ്ഞിട്ട് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള കോസ്റ്റുകളാണ് ഈ സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഈ സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റുകൾ തന്നെ വേരിയബിൾ ഉണ്ടാവും, ഫിക്സഡ് ഉണ്ടാവും. ഈ സെല്ലിംഗ് കോസ്റ്റ് തന്നെ വേരിയബിളും വരാം, ഫിക്സഡ് വരാം. ഓക്കെ, ഈ വേരിയബിൾ സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ആ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെയിൽസ് സ്റ്റാഫിന് മേ ബി അവർക്ക് സാലറി ആയിരിക്കാം കൊടുക്കുന്നത്. സാലറി ആണെങ്കിൽ അത് ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റാണ്. ഇനി സാലറി ഇല്ലാണെങ്കിൽ അവർക്ക് കമ്മീഷൻ കൊടുത്തത്, ഒരു യൂണിറ്റ് വിറ്റാൽ നിനക്ക് 5% കമ്മീഷൻ. ഓക്കെ, സോ അവൻ ഒരു യൂണിറ്റ് വിറ്റാൽ ഞാൻ ഒരു യൂണിറ്റിന്റെ സാലറി കൊടുത്താൽ, കമ്മീഷൻ കൊടുത്താൽ മതി. 100 യൂണിറ്റ് വിറ്റാൽ 100 യൂണിറ്റിന്റെ സാലറി, 100 യൂണിറ്റിന്റെ എന്ത് കൊടുക്കേണ്ടി വരും, കമ്മീഷൻ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ സെല്ലിംഗ് കോസ്റ്റ് തന്നെ വേരിയബിളും ഫിക്സഡും വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് തന്നെ വേരിയബിളും ഫിക്സഡും വരാൻ ചാൻസ് ഉണ്ട്. ഈ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റും വേരിയബിളും ഫിക്സഡും വരാൻ ചാൻസ് ഉണ്ട്. സോ ബേസിക് ആയിട്ട് പറഞ്ഞാൽ, ഒറ്റ രീതിയിൽ പറഞ്ഞാൽ, ഈ നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ് തന്നെ
വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോ ഈ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടല്ലോ, ഈ റെന്റ് എന്നുള്ള കാര്യം ഒരു റെലവെന്റ് റേഞ്ച് ഓഫ് പ്രൊഡക്ഷൻ വരെ ഫിക്സഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിലെ ഒരു അഡീഷണൽ ഫ്ലോറും കൂടി നമ്മൾ റെന്റ് ചെയ്താലോ, നമ്മൾ റെന്റ് കൂടൂലേ? അപ്പോഴേ കൂടുള്ളൂ. പക്ഷെ നമ്മുടെ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ഒരു പരിധിയിൽ കൂടുതൽ പ്രൊഡക്ഷൻ കൂടിയാൽ നമ്മളെ റെന്റ് കൂടും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ നിൽക്കുന്ന ഫാക്ടറിയിൽ ഓക്കെ 1,00,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്പേസ് ഉള്ളൂ. നമുക്ക് അഡീഷണൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വന്നാൽ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ഒരു എക്സ്ട്രാ ബിൽഡിംഗ് കൂടും എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഫ്ലോറും കൂടി നമ്മൾ അഡീഷണലി റെന്റ് ഔട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ റെന്റ് അപ്പം കൂടും. അപ്പൊ ഈ ഫിക്സഡ് കോസ്റ്റ് കൂടും, പക്ഷെ ഒരു റെലവെന്റ് റേഞ്ച് ഓഫ് പ്രൊഡക്ഷനിലേക്ക് നമ്മുടെ റെന്റ് കൂടുന്നില്ല, ആ റെന്റ് ഫിക്സഡ് ആയിട്ട് നിൽക്കണം. ഓക്കെ, സോ ബേസിക് ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് വൃത്തിക്ക് എഴുതി തരാം. നമ്മൾ ഫൈനലി എത്തിച്ചേരാൻ പോകുന്നത്, നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ രണ്ടിന്റെയും ഫോർമാറ്റ് ആണ്. ഓക്കെ, എന്ത് രീതിയിലാണ്, എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ഈ കോൺട്രിബ്യൂഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റും ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് അഥവാ ഗ്രോസ് പ്രോഫിറ്റ് ഇൻകം സ്റ്റേറ്റ്മെന്റും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഥ പറയുന്നത്. ഐശ്വര്യ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഐശ്വര്യ ഇവിടെ ഉണ്ടോ? ഓക്കെ, സോ ഈ കോസ്റ്റുകള് ഇനി ഞാൻ മാനുഫാക്ചറിങ് കോസ്റ്റും നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകും. സോ ഈ ഡയറക്ട് മെറ്റീരിയലും ഡയറക്ട് ലേബറും എന്തായാലും വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അതിന്റെ കൂടെ ഡയറക്ട്ലി പ്രൊഡക്ഷനിലേക്ക് വരാൻ ചാൻസ് ഉള്ള കോസ്റ്റ് ആണ് മാനുഫാക്ചറിങ് ഓവർഹെഡ്. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു ഫാക്ടറിയിൽ വരുന്നിട്ടുള്ള ഓവർഹെഡ്. ഓക്കെ, അത് വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് ആവാം, ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡും ആവാം, രണ്ടും ആവാൻ ചാൻസ് ഉണ്ട്. വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ്, അതുപോലെ തന്നെ ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഡിസൈനറിന്റെ കോസ്റ്റ്, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ഒരു യൂണിറ്റ് ആണ് ഞാൻ ഡിസൈൻ ചെയ്തെങ്കിൽ ആ ഒരു യൂണിറ്റിന്റെ പൈസ ആയിട്ട് കൊടുത്താൽ മതി, ഡിസൈനിങ് കോസ്റ്റ് കൊടുത്താൽ മതി. 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ 100 യൂണിറ്റിന്റെ ഡിസൈനിങ് കോസ്റ്റ് കൊടുക്കേണ്ടി വരും. സോ ഈ മാനുഫാക്ചറിങ് ഓവർഹെഡ്, നമ്മള് ഓവർഹെഡിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഓവർഹെഡും നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡും. സോ ഈ മാനുഫാക്ചറിങ് ഓവർഹെഡുകളിൽ തന്നെ എന്ത് വരാൻ ചാൻസ് ഉണ്ട്? വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഈ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കോസ്റ്റുകൾ, അതായത് ഒരു മാനുഫാക്ചറിങ് ഫേമിൽ വരാൻ ചാൻസ് ഉള്ള ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, മാനുഫാക്ചറിങ് ഓവർഹെഡ്, ഈ 3 കോസ്റ്റുകളാണ് എന്ത്? നമ്മുടെ മാനുഫാക്ചറിങ് കോസ്റ്റ്. ഓക്കെ, ഞാനിതിനെ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് വിളിച്ചു. ഓക്കെ, അതായത് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് മോഡൽ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എഴുതാൻ പോകുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഐശ്വര്യ, മുബഷിറ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ് സർ, ഫെമിലിയർ ആണ്. ഫെമിലിയർ ആണല്ലേ? ഓക്കെ, കുറെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ, മാനുഫാക്ചറിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓവർഹെഡ്, അടുത്ത കോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറി നമ്മൾ പഠിച്ചിട്ടുള്ളത് സെല്ലിംഗ് ഓവർഹെഡ്. സെല്ലിംഗ് ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ എഴുതുക. ഒന്നെങ്കിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് വിളിക്കും, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്നുള്ള ഈ ഒരു ഷോർട്ട് ഫോമിലാണ് എഴുതുക. തൽക്കാലം ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതി തരാം, ഫസ്റ്റ് പഠിക്കില്ല. ഇപ്പൊ എഴുതണ്ട, എഴുതാൻ സമയം തരാം. ഓക്കെ, സോ സെല്ലിംഗ് ഓവർഹെഡ് ഉണ്ട്, സെല്ലിംഗ് ഓവർഹെഡ്. ഓക്കെ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. ഇതാണ് നമുക്ക് നമ്മുടെ ആ ഒരു മാനുഫാക്ചറിങ് ഫേമിൽ അടുത്ത് വരാൻ ചാൻസ് ഉള്ള ചെലവുകൾ പറയും. ഈ സെല്ലിംഗ് ഓവർഹെഡ് തന്നെ എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട്? എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ആരാധന? സെല്ലിംഗ് ഓവർഹെഡ് ഏതൊക്കെ കോസ്റ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്? ഫിക്സഡ്, അതെ, ഈ സെല്ലിംഗ് ഓവർഹെഡ് തന്നെ വേരിയബിൾ കോസ്റ്റും വരാം, ഇനി ഫിക്സഡ് കോസ്റ്റ് ആയിട്ടുള്ള സെല്ലിംഗ് ഓവർഹെഡുകൾ വരാം. ഞാൻ കമ്മീഷനാണ് സെല്ലിംഗ് സ്റ്റാഫിന്, സെയിൽസ് സ്റ്റാഫിന് ഞാൻ കമ്മീഷൻ ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും.
ഇനി അവർക്ക് ഞാൻ ഫിക്സഡ് സാലറി ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ഫിക്സഡ് സെല്ലിംഗ് ഓവർഹെഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനും വാരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും വരാം. അഡ്മിനിസ്ട്രേഷനും എനിക്ക് വാരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും വരാം. ഓക്കെ, സോ ഈ 3 ടൈപ്പ് ഓഫ് കോസ്റ്റിന് കോമൺ ആയിട്ട് നമുക്ക് നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് വിളിക്കാം. ഈ നോൺ മാനുഫാക്ചറിങ് കോസ്റ്റുകൾ തന്നെ വാരിയബിൾ കോസ്റ്റും വരാം, ഫിക്സഡ് കോസ്റ്റും വരാം. ഓക്കെ, ശ്രദ്ധിച്ചോ. ഇതാ, ഈ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് വാരിയബിൾ കോസ്റ്റ് വരാം, അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റ് വരാം. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിന് വാരിയബിൾ കോസ്റ്റ് വരാം, ഫിക്സഡ് കോസ്റ്റ് വരാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വരാൻ ചാൻസ് ഉള്ള അടുത്ത എക്സ്പെൻസ്. ഇതിനെ ഞാൻ എന്ത് വിളിച്ചു? നോൺ മാനുഫാക്ചറിങ് എക്സ്പെൻസ് എന്ന് വിളിച്ചു. നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ്. നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ്, അതായത് നമ്മളെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പറയുന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഇതുവരെ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? യെസ് സർ. ഇതാ ക്ലിയർ ആണോ? ഓക്കെ, സോ ഒന്നും കൂടി, മാനുഫാക്ചറിങ് ഫേമിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള കോസ്റ്റുകളാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഡയറക്ട് മെറ്റീരിയൽ വരാം. ഡയറക്ട് മെറ്റീരിയലും ഡയറക്ട് ലേബറും എന്തായാലും വേരിയബിൾ കോസ്റ്റ് ആണ്. കാരണം അത് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് മെറ്റീരിയൽ കൂടുതൽ വേണ്ടി വരും, പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ലേബറും കൂടുതൽ വേണ്ടി വരും. സോ ഇത് രണ്ടും വേരിയബിൾ കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഓവർഹെഡ്, അതായത് നമ്മുടെ ഫാക്ടറിയുടെ അകത്ത് വരുന്നിട്ടുള്ള ഓവർഹെഡുകൾ, ഫാക്ടറിയുടെ അകത്ത് വരുന്നുള്ള റെന്റ്, സൂപ്പർവൈസറിന്റെ സാലറി, അല്ലെ, അതുപോലെ തന്നെ ഫാക്ടറിന്റെ അകത്ത് വന്നിട്ടുള്ള ഇലക്ട്രിസിറ്റി എക്സ്പെൻസ്, ക്ലീനിങ് എക്സ്പെൻസ്. ഓക്കെ, ഈ ക്ലീനിങ് എക്സ്പെൻസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അലോക്കേറ്റ് ഡയറക്ട്ലി ട്രേസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഈ ഡയറക്റ്റ് മെറ്റീരിയൽ ട്രേസ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പ്രൊഡക്റ്റിലേക്ക് നമ്മൾ ട്രേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഷർട്ടിലേക്ക് എനിക്ക് 2 മീറ്റർ, അങ്ങനെ എനിക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ ഈ മാനുഫാക്ചറിങ് ഓവർഹെഡുകൾ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രൊഡക്റ്റിലേക്ക് ഡയറക്ട്ലി ട്രേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഓവർഹെഡ് എന്തേ ചെയ്യുള്ളൂ, അലോക്കേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഒരു ഷർട്ടിന് വേണ്ടിയിട്ട് എത്ര രൂപ ക്ലീനിങ് സ്റ്റാഫിന് കൊടുത്തു എന്ന് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? ക്ലീനിങ് സ്റ്റാഫുകൾ ആ ഫാക്ടറി മൊത്തം ക്ലീൻ ചെയ്താൽ ഒരു ഷർട്ടിന് വേണ്ടി എത്ര ക്ലീനിങ് എക്സ്പെൻസ് ആയെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അവസാനം ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് ഏഹ്, ഏതെങ്കിലും ഒരു കോസ്റ്റ് ഡ്രൈവറിന്റെ ബേസിസിൽ, അതൊക്കെ നിങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കോച്ചിങ്ങിൽ പഠിക്കും. ഇത്ര ആലോചിച്ചാൽ മതി. നമ്മൾ ഓവർഹെഡുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രൊഡക്റ്റിലേക്ക് ട്രേസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, അതിനെ അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, അത് വേണമെങ്കിൽ എഴുതി വെച്ചോ. ഡയറക്ട് മെറ്റീരിയലും ഡയറക്ട് ലേബറൊക്കെ നമ്മൾ ഒരു പ്രൊഡക്റ്റിലേക്ക് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഓവർഹെഡുകൾ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റില്ല, അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ബാക്ക് ടു പോയിന്റ്, ഇതാ നമ്മുടെ കോസ്റ്റുകൾ, ഡയറക്ട് മെറ്റീരിയലും ഡയറക്ട് ലേബറും, ഇത് രണ്ടും വേരിയബിൾ കോസ്റ്റ് ആണ്. ഇനി മാനുഫാക്ചറിങ് ഓവർഹെഡ്, ഫാക്ടറിയുടെ അകത്ത് വരാൻ ചാൻസ് ഉള്ള ഓവർഹെഡ്, വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് വരാൻ ചാൻസ് ഉണ്ട്, ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെ? ഇനി ഈ 3 കോസ്റ്റുകളെ ഞാൻ കോമൺ ആയിട്ട് എന്ത് വിളിച്ചു, മാനുഫാക്ചറിങ് കോസ്റ്റ്. ഇതാണ് എന്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് എനിക്ക് വരാൻ ചാൻസ് ഉള്ള നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡുകളാണ് സെല്ലിംഗ് ഓവർഹെഡ്. അത് തന്നെ വേരിയബിൾ വരാം, ഫിക്സഡ് വരാം. ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, ഈ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് തന്നെ വേരിയബിൾ കോസ്റ്റ് ആയിട്ടും ഫിക്സഡ് കോസ്റ്റ് ആയിട്ടും വരാം. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റും വേരിയബിൾ കോസ്റ്റ് ആയിട്ടും ഫിക്സഡ് കോസ്റ്റ് ആയിട്ടും വരാം. സോ നമ്മുടെ ഈ ഒരു മാനുഫാക്ചറിങ് ഫേമിൽ എന്തൊക്കെ കോസ്റ്റ് വരാൻ ചാൻസ് ഉണ്ടോ അതൊക്കെ ഞാൻ എഴുതി. ഓക്കെ, ഓപ്പറേഷൻസിൽ എന്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ടോട്ടൽ, ഇതിനെ കോമൺ ആയിട്ട് എനിക്ക് വേണമെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് വിളിക്കാം. ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഓക്കെ, ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അല്ലാണ്ട് ഞാൻ ഒരു വർഷം ആ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റിൽ റെക്കോർഡ് ചെയ്യാൻ ചാൻസ് ഉള്ള എക്സ്പെൻസ് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഒരുപാട് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അല്ലാണ്ട് എന്തൊക്കെ കോസ്റ്റ് ആണ് ആ ഒരു ബിസിനസ്സിൽ വരാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ഷർട്ട് മാനുഫാക്ചറിങ് ഫേമിൽ വരാൻ ചാൻസ് ഉള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കിട്ടും. ഓപ്പറേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ചെലവ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെലവുണ്ടോ? കേട്ടില്ല. സുബിത മ്യൂട്ട്. മാർക്കറ്റിംഗ് കോസ്റ്റ്. മാർക്കറ്റിംഗ് കോസ്റ്റ് ഒക്കെ ഈ സെല്ലിംഗ് ഓവർഹെഡുകളിൽ പെട്ട്, മാർക്കറ്റിംഗ് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ് സെല്ലിംഗ് കോസ്റ്റ്. അതൊക്കെ അതിൽ പെട്ട്. അതായത് അവരുടെ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ആയി, ഇനി അവർക്ക് എന്ത് ചെലവാണുള്ളത്, എന്തെങ്കിലും പൈസ ആർക്കും കൊടുക്കാനോ എന്തെങ്കിലും ഉണ്ടാവും എന്ന് ആലോചിച്ച്. നമ്മൾ സെക്ഷനിങ്ങിൽ കുറെ ചെയ്തോട്ടോ. ടാക്സ് അതെ, ടാക്സും ടാക്സ് ഒരു കോസ്റ്റ് ആണ്.
ആ ടാക്സ് ഇതിൽ വന്നിട്ടില്ല. അതുപോലെ തന്നെ വേറെ കോസ്റ്റ് കൂടി ഉണ്ട്, ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് അല്ലെ. ഈ ഇൻട്രസ്റ്റും ടാക്സും എന്ത് ചെയ്തിട്ടില്ല, ഈ ഓപ്പറേഷൻസിൽ വന്നിട്ടില്ല. കാരണം അതൊരു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അല്ല. ഈ ടാക്സ് എന്ന് പറഞ്ഞാല് നമ്മൾ നിർബന്ധിതരാവണം ടാക്സ് കൊടുക്കാൻ അല്ലെ. ഗവൺമെന്റ് ടാക്സ് തരണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധിച്ച് കൊടുക്കുമോ? ഇല്ല. നമ്മൾ ആ രാജ്യത്ത് ബിസിനസ് ചെയ്യുമ്പോൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ട് ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ടാക്സ് അടച്ചു പോകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനാണ് നമ്മൾ ടാക്സ് അടിക്കുന്നത്. അത് നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അല്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗവൺമെന്റിന് കൊടുക്കുന്ന കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സ് ആണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് നമ്മുടെ ഓപ്പറേഷൻസിന് വന്നിട്ടുള്ള കോസ്റ്റ് അല്ല, നമ്മുടെ ഫൈനാൻസ് കോസ്റ്റ് ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു ലോൺ എടുത്തതിന് വന്നിട്ടുള്ള കോസ്റ്റ് ആണ് ഈ ഫൈനാൻസ് കോസ്റ്റ്. സോ ഈ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിന് പുറമെ നമുക്ക് വരാൻ ചാൻസ് ഉള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടാക്സും ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, പ്രത്യേകം നമുക്ക് വരാൻ ചാൻസ് ഉള്ള കോസ്റ്റ്. ഇപ്പോ ഇപ്പോ ഈ ഒരു മാനുഫാക്ചറിംഗ് ഫേമിൽ ടോട്ടൽ വരാൻ ചാൻസ് ഉള്ള കോസ്റ്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ടാക്സും ഇൻട്രസ്റ്റും നമ്മൾ സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യും. അതല്ലാണ്ടുള്ള ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, മാനുഫാക്ചറിംഗ് ഓവർഹെഡ് വാരിയബിൾ ഉണ്ടാവും, ഫിക്സഡ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഈ മൂന്ന് കോസ്റ്റിനെ ഞാൻ കോമൺ ആയിട്ട് എന്ത് വിളിച്ചു, ഈ മാനുഫാക്ചറിംഗ് കോസ്റ്റ് അഥവാ അതിന്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വരാൻ ചാൻസ് ഉള്ള കോസ്റ്റ് ആണ് എന്റെ നോൺ മാനുഫാക്ചറിംഗ് കോസ്റ്റ്. ഓക്കെ, നോൺ മാനുഫാക്ചറിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് ഓവർഹെഡ് വരാം, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് വരാം, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് വരാം. സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. ഈ ഒരു ചെറിയൊരു ഷോർട്ട് ഫോമിലാണ് നമ്മൾ നോർമലി എഴുതാറ്. ഓക്കെ, സെല്ലിംഗ് ഓവർഹെഡ് വരാം, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് വരാം, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് വരാം. സോ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോണ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റുകളെ ഞാൻ ലിസ്റ്റ് ചെയ്ത് ഇനി ഇനിയാണ് നമ്മൾ കാര്യത്തിലേക്ക് കടക്കാൻ പോകുന്നത്. ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, രണ്ട് ഇൻകം സ്റ്റേറ്റ്മെന്റും പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? എന്താണ് ആ രണ്ട് ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഡിഫറൻസ്? എന്തോ ഒരു വ്യത്യാസങ്ങളുണ്ടാണല്ലോ രണ്ടും സെപ്പറേറ്റ് ചെയ്യണത്. നമുക്ക് നോക്കാം. സോ ഞാൻ ആദ്യം ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ്, പല പേരിലും അത് അറിയപ്പെടും. ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ പാർട്ട് 2 അല്ല പാർട്ട് 1 സെക്ഷൻ ഡിയിൽ കോസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ള സെക്ഷൻ, അതായത് സെക്ഷൻ ഡിയിൽ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, മൂവ്സിനെ കേട്ടിട്ടുണ്ടോ? അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് വേഴ്സസ് മാർജിനൽ കോസ്റ്റിംഗ് ഈസിയിലോട്ട് പഠിച്ചിട്ടുണ്ടോ? ഇതൊരു വേർഡ് ഫെമിലിയർ അല്ല. സോ ഓക്കെ, ഉണ്ട്, ഓർമ്മയില്ല. ഓക്കെ. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് നമ്മൾ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ വരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാരിയബിൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് അഥവാ കോൺട്രിബ്യൂഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ വരുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്, അതായത് നമുക്കിപ്പോ രണ്ട് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അല്ലെ. അതായത് ഈ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇതിലേതാണ് നമ്മൾ പബ്ലിക്കിനും ഗവൺമെന്റിനും ടാക്സ് അതോറിറ്റിക്കൊക്കെ വേണ്ടി പുറത്തേക്ക് വിടുന്നത്? നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് യൂസ് ചെയ്യുന്നതാ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലേ? അല്ലേ? ആ, അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ അല്ലെ. അതിനൊരു റീസൺ ഉണ്ട്, അത് ഞാൻ വഴിയും പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഈ കോസ്റ്റ് നമുക്ക് ഇത്രയും നേരം വന്നിട്ടുള്ള ഈ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റുകളെ നമ്മൾ ഈ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിലും കോൺട്രിബ്യൂഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിലും പ്രകാരം നമ്മൾ വീതിച്ചു കൊടുക്കാൻ പോകണം. ഓക്കെ, ഏതൊക്കെ സൈഡിലാണ് കോസ്റ്റുകൾ വരാം? ആദ്യം ഈ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിനെ ഞാൻ വേറൊരു പേരും കൂടി വിളിക്കുന്നത് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെന്റിന് ഞാൻ വേറൊരു പേര് വിളിക്കുന്നുണ്ട് മാർജിനൽ കോസ്റ്റിംഗ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. എഴുതണ്ട, ഞാൻ സമയം തരാം. മാർജിനൽ കോസ്റ്റിംഗ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റിംഗ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നുള്ള പേരും കൂടി ഉണ്ട്. ഓക്കെ, എല്ലാ പേരും വെച്ച് കൺഫ്യൂഷൻ ആകണ്ട, അതൊക്കെ നിങ്ങൾ സെക്ഷൻ ഡിയിൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, എന്താണ് ഈ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെയും കോൺട്രിബ്യൂഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് പർപ്പസ് എന്ന് ഞാൻ ഇവിടെ ചെയ്താ. ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഓക്കെ, നമുക്ക് ഇന്റേണൽ ഇവാലുവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട്, അതായത് എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ്
അല്ലെ? നമ്മുടെ കമ്പനീന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പബ്ലിക്കിനും ഗവൺമെന്റിനും ടാക്സ് അതോറിറ്റീസിനും ഇൻവെസ്റ്റേഴ്സിനും ഇനി നമ്മുടെ സപ്ലൈസിനും ബാങ്കുകൾക്കും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന ഇൻകം സ്റ്റേറ്റ്മെന്റ്, പബ്ലിക്കിനൊക്കെ കൊടുക്കുന്ന ഇൻകം സ്റ്റേറ്റ്മെന്റ്, അതാണ് ഈ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ്. അപ്പം ഈ ഇൻകം സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാം? യൂസ്ഡ് ഫോർ ഇന്റേണൽ ഇവാലുവേഷൻ, യൂസ്ഡ് ഫോർ ഇന്റേണൽ ഇവാലുവേഷൻ ആൻഡ് ഫോർ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ്. ഈ രണ്ട് പർപ്പസും നമുക്ക് എന്തിനുണ്ട്? ഈ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇന്റേണൽ ഇവാലുവേഷനും എക്സ്റ്റേണൽ റിപ്പോർട്ടിങ്ങിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നമ്മുടെ പബ്ലിക്കിന് അറിയാൻ വേണ്ടിയിട്ട്, ഗവൺമെന്റിന് അറിയാൻ വേണ്ടിയിട്ട്, ടാക്സ് അതോറിറ്റീസ് അറിയാൻ വേണ്ടിയിട്ട്, നമ്മുടെ എംപ്ലോയീസിന് അറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ബാങ്കുകൾക്ക്. നമുക്കൊരു ബാങ്കിൽ ലോൺ തരണമെങ്കിൽ നമ്മുടെ കമ്പനി സ്റ്റേബിൾ ആണ്, നമ്മളെ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ബാങ്ക് ലോൺ തന്നാൽ ആ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് തിരിച്ചടയ്ക്കാനുള്ള പൊട്ടൻഷ്യൽ, അത് ഉണ്ടാക്കാനുള്ള ആ ഒരു ക്യാപ്പബിലിറ്റി നമ്മളെ കമ്പനിക്ക് ഉണ്ട് എന്ന് നമുക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ബാധ്യത ഉണ്ട്. അങ്ങനെ അവർക്ക് ബോധ്യപ്പെട്ടാലേ നമുക്ക് ലോൺ തരുള്ളൂ, എന്നാലേ നമുക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഒരു ബാങ്കിനും ഒരു ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ടാക്സ് അതോറിറ്റീസിനൊക്കെ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടാവും. സോ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് ആണ് ഈ ഒരു ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കോൺട്രിബ്യൂഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്തിനു പറ്റില്ല? എക്സ്റ്റേണൽ റിപ്പോർട്ടിങ്ങിന് പറ്റില്ല, നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ പറ്റില്ല. ഇത് എന്തിനാ പറ്റുള്ളൂ? യൂസ്ഡ് ഫോർ ഇന്റേണൽ ഇവാലുവേഷൻ ഓൺലി, യൂസ്ഡ് ഫോർ ഇന്റേണൽ ഇവാലുവേഷൻ ഓൺലി. ഓക്കെ, സോ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് അഥവാ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഇൻകം സ്റ്റേറ്റ്മെന്റിലെ ഒരു ബേസിക് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഫോർ ഇന്റേണൽ ഇവാലുവേഷൻ ആൻഡ് ഫോർ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ്. നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി വേറെ ഒരു കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് രണ്ട് രീതിയിൽ ചെയ്താലും നമുക്ക് സെയിം പ്രോഫിറ്റ് തന്നെ കിട്ടുക. നമ്മൾ അതിന്റെ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നതിൽ ചെറിയ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇനി കോൺട്രിബ്യൂഷൻ മാർജിൻ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഇന്റേണൽ ഇവാലുവേഷന് വേണ്ടി മാത്രം. ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഓക്കെ, കോൺട്രിബ്യൂഷൻ മാർജിൻ നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഇന്റേണലി കമ്പനീന്റെ അകത്തുള്ള ഷെയർ ഹോൾഡേഴ്സിനും കമ്പനീന്റെ അകത്തുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും എംപ്ലോയീസിനും വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അതൊരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. അതായത് നമുക്ക് കാണാൻ പറ്റില്ല എന്ന് വെച്ചാൽ, ഇപ്പൊ റിലയൻസ് എന്നുള്ള കമ്പനിയുടെ കോൺട്രിബ്യൂഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് നമുക്ക്, അതായത് ആസ് എ പബ്ലിക്, ഓക്കെ, ഞാൻ റിലയൻസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിലയൻസിന്റെ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് എനിക്ക് കാണാൻ പറ്റുള്ളൂ. അതേ അവരുടെ വെബ്സൈറ്റിൽ അവർ പബ്ലിക് ആക്കുള്ളൂ. കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് അവരുടെ കമ്പനിയുടെ ഇന്റേണലി ഉള്ള ആൾക്കാർക്ക്, അഥവാ അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും അവിടുത്തെ എംപ്ലോയീസിനും അവിടുത്തെ ആൾക്കാർക്കും ഉള്ളതാണ്. അതൊരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, സോ ഇതാണ് ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെയും കോൺട്രിബ്യൂഷൻ മാർജിന്റെയും ഒരു പർപ്പസിലെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കാര്യത്തിലേക്ക് എടുക്കാൻ പോകുന്നത് എന്താണ് ഇതിലെ രണ്ടിന്റെയും ഉള്ളിൽ നടക്കുന്ന ഡിഫറൻസ്. ഓക്കെ, അതിന് മുന്നേ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അതായത് ഞാൻ LP എന്ന് പറഞ്ഞ ഒരു മാനുഫാക്ചറിംഗ് ഫേം റൺ ചെയ്തപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഓക്കെ, അഥവാ ഈ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അത് എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്തൊക്കെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ് എനിക്ക് വരാൻ ചാൻസ് ഉള്ളതെന്നാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, പറഞ്ഞേ, എന്തൊക്കെ കോസ്റ്റുകൾ എനിക്ക് വരാൻ ചാൻസ് ഉള്ളത് ഓരോന്നായിട്ട് പറഞ്ഞത് നോക്കി പറഞ്ഞാൽ മതി അവിടെ. ആ, ഡയറക്ട് മെറ്റീരിയൽ, അതന്നെ ഡയറക്ട് മെറ്റീരിയൽ. അത് കഴിഞ്ഞിട്ട് ഇതാ സ്ക്രീനിൽ വിസിബിൾ അല്ലേ? ഇതിൽ നോക്കി പറഞ്ഞാൽ മതി. Direct labor, ഡയറക്ട് ലേബർ, manufacturing overhead. മാനുഫാക്ചറിങ് ഓവർഹെഡ് തന്നെ വേരിയബിൾ ഉണ്ട്, ഫിക്സഡ് ഉണ്ട് അല്ലെ? സോ ഞാൻ വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡും എഴുതുന്നുണ്ട്, വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡും എഴുതുന്നുണ്ട്, അതുപോലെ തന്നെ ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡും എഴുതുന്നുണ്ട്. സോ എന്തായി? ഇതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് കഴിഞ്ഞു. ഇനി നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ് ആയിട്ടുള്ള സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, അതെല്ലാം വേരിയബിളും വരുന്നുണ്ട്, ഫിക്സഡ് വരുന്നുണ്ട് അല്ലെ? അതുകൊണ്ട് ഞാൻ വേരിയബിൾ സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, അതുപോലെ തന്നെ ഫിക്സഡ് സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് എഴുതി. ഓക്കെ, അതായത് ഇവിടെ എഴുതിയിട്ടുള്ള ടോട്ടൽ കോസ്റ്റുകളാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്.
ഓക്കെ, ഇനി ഇത് രണ്ട് ഇൻകം സ്റ്റേറ്റ്മെന്റിലേക്ക് ഞാൻ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാം. അതാണ് ഞാൻ ചെയ്യാൻ പോണത്. ഓക്കെ, സോ നിങ്ങളൊരു കാര്യം ചെയ്യാം, ഇതുവരെ ഒന്ന് എഴുതിക്കും. പാർട്ട് 2 സെക്ഷനെ നല്ല വൃത്തിക്ക് ചെയ്ത, എന്നിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ചെയ്ത, എന്തൊക്കെ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്. ഇത് നമ്മൾ ബേസിക്സിന്റെ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ട്, ഒന്നുകൂടി എഴുതിക്കോ. ഈ സെക്ഷനിൽ ഇമ്പോർട്ടൻറ്റ്. ടൈപ്സ് ഓഫ് ഫേംസ് ഇത് നോട്ടിൽ ഉണ്ടായിക്കോട്ടെ. നല്ല മാനുഫാക്ചറിങ് ഫേം, അതുപോലെ തന്നെ ട്രേഡിംഗ് ഫേം, പിന്നെ സർവീസ് ഫേം. അതിനോരോ എക്സാമ്പിൾസും നോട്ടിൽ ഉണ്ടായിരിക്കും. മുബശ്ശിർക്ക് 8 PM ബുദ്ധിമുട്ടുണ്ടോ? 8 മണി ഇല്ല, കുഴപ്പമില്ല. ഓക്കെയാണ്. നിങ്ങൾ നോട്ടെങ്കിലും പഠിച്ചിട്ടില്ലേ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന്റെ? ആ നോട്ടിലുള്ള ക്വസ്റ്റ്യൻസ് എങ്കിലും ഒന്ന് സെറ്റ് ആക്കി, ഒന്ന് അറ്റ്ലീസ്റ്റ് ഷോർട്ട് നോട്ട്, ടെക്സ്റ്റിലേക്ക് പോകാൻ സമയമില്ല എനിക്കറിയാം. ഒരു ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ആ ഷോർട്ട് നോട്ട് മാത്രം എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ ആ ഷോർട്ട് നോട്ട് നോക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആ സെക്ഷൻ ഓർമ്മ വരും. അത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. സ്ക്രോൾ ചെയ്തേ. ഇത് ഈ കോസ്റ്റിന്റെ കാര്യം LP എന്ന് പറഞ്ഞ ഒരു മാനുഫാക്ചറിങ് ഷർട്ട് മാനുഫാക്ചറിങ് ഫേമിൽ വരാൻ ചാൻസ് ഉള്ള കോസ്റ്റുകളാണ് ഇവിടെ ഇത്. എന്നിട്ട് ഈ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് നോട്ടിന്റെ ലെഫ്റ്റ് സൈഡിലും കോൺട്രിബ്യൂഷൻ മാർജിൻ റൈറ്റ് സൈഡിലും അങ്ങനെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിക്കും. സെൻട്രൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും.
മനസ്സിലാക്കി ഇതിനെ കോസ്റ്റുകൾ വേരിയബിൾ മാനുഫാക്ചറിങ്, ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ്. മുകളിൽ കൊടുത്തിട്ടുള്ള എല്ലാ കോസ്റ്റുകളും ഞാൻ താഴത്തെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡും ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് വരാം. അതുപോലെ തന്നെ നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡുകളായിട്ടുള്ള സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, വേരിയബിൾ സെല്ലിംഗ്, അഡ്മിനിസ്ട്രേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് വരാം. അതുപോലെ തന്നെ ഫിക്സഡ് സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് വരാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ് വേരിയബിളിലും വരാം, ഫിക്സഡിലും വരാം. ഇത് കഴിയാൻ പറയണേ. ഈ ഡയറക്ട് മെറ്റീരിയൽ ഡയറക്ട് ലേബർ അതിന്റെ ഇടയിൽ ഇൻക്രീസ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അതർ എക്സ്പെൻസ് എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട്. ഓക്കെ, അത് അവിടെ എഴുതണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ കോസ്റ്റിംഗൊക്കെ നിങ്ങൾ അവിടെ പോകുമ്പോൾ അവിടെ എഴുതേണ്ടി വരും. ഇവിടെ ഇപ്പം മാനുഫാക്ചറിങ്ങിന് വേണ്ടി ചിലവായിട്ടുള്ള അഥവാ നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സിൽ വരാനുള്ള മാനുഫാക്ചറിങ് കോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ ഡയറക്ട് മെറ്റീരിയലും ഡയറക്ട് ലേബറും അതുപോലെ തന്നെ ഡയറക്ട് അതർ എക്സ്പെൻസും. അതിപ്പോൾ അവിടെ നോട്ട് ചെയ്യണമെന്നില്ല, അതിലുണ്ടായാൽ ഈ മൂന്ന് കോസ്റ്റിനെ നമുക്ക് വേറെ പേര് പറയാം. പ്രൈം കോസ്റ്റ് എന്ന് പറയാം, പ്രൊഡക്ഷൻ കോസ്റ്റ്. ഈ പ്രൈം കോസ്റ്റ് പ്ലസ് മാനുഫാക്ചറിങ് ഓവർഹെഡ് ആണ് നമ്മുടെ ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ്. ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കോസ്റ്റിംഗിൽ പഠിക്കും. എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞായിരുന്നോ മൂസ? സർ കഴിഞ്ഞു. ഓക്കെ, സോ ഇതാ നമ്മുടെ കോസ്റ്റുകൾ ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, മാനുഫാക്ചറിങ് ഓവർഹെഡ്. മാനുഫാക്ചറിങ് ഓവർഹെഡ് തന്നെ വേരിയബിൾ മാനുഫാക്ചറിംഗും ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ്. അതാണ് മുകളിൽ എഴുതിയ 4 ഐറ്റംസ്. ഓക്കെ, ഇനി നമ്മുടെ നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡിൽ വരാൻ ചാൻസ് ഉള്ള കോസ്റ്റ് ആയിട്ടുള്ള വേരിയബിൾ ആയിട്ടുള്ള സെല്ലിംഗ് ഓവർഹെഡ്, വേരിയബിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, വേരിയബിൾ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അത് ആ ഒരു രീതിയിൽ ഞാൻ ഇതാ സിമ്പിൾ ആയിട്ട് വേരിയബിൾ സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് നേടി. ഇനി ആ നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡിൽ ബാക്കിയുള്ള ഇതാ ഈ ഫിക്സഡ് ആയിട്ടുള്ള സെല്ലിംഗ് ഓവർഹെഡ്, ഫിക്സഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, ഫിക്സഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫിക്സഡ് സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തി. കൺക്ലൂഷനിലേക്ക് എത്തിയില്ല, അതിലേക്ക് എത്താൻ പോകണം. ഇതുവരെ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ബഷീറ സർ ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ദാ ഈ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റും കോൺട്രിബ്യൂഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റും ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഞാൻ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നത് ഇതാ ഈ ഒരു സൈഡിൽ എഴുതാൻ പോകുന്നത് ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ഒരു സൈഡിൽ എഴുതാൻ പോകുന്നത് കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, നിങ്ങൾ ഇത് എഴുതിയത് ഒരു സെൻട്രൽ ആയിട്ടല്ലേ ഇത് അല്ലെ? അപ്പൊ ഇനി അടുത്ത് എഴുതാൻ പോണത് അതെ. ഈ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ലെഫ്റ്റ് സൈഡിലും കോൺട്രിബ്യൂഷൻ ഇൻകം മാർജിൻ റൈറ്റ് സൈഡിലും എഴുതിയാൽ മതി. ഇപ്പൊ എഴുതണ്ട, ആ ഒരു രീതിയിൽ എഴുതുമ്പോൾ ചെയ്താൽ മതി. ഓക്കെ, ഈ കോസ്റ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഈ സെക്ഷൻ തീരുന്നത് വരെ എല്ലാ സെക്ഷനിലും ഈ കോസ്റ്റ് കയറി വരും. എസ്പെഷ്യലി കോസ്റ്റിംഗ് എന്നുള്ള സെക്ഷൻ സി,
അതിലേക്ക്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യാൻ പോകണം? ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, ഈ റൈറ്റ് സൈഡിൽ കോൺട്രിബ്യൂഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സോ ഏതിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ആയിട്ട് എന്താ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റിൽ? ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഫസ്റ്റ് ആയിട്ട് എന്താ? അല്ല, ഏതിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം? Sales. സെയിൽസ്. Sales. അല്ല, നിങ്ങൾ ആ ബേസിക്സിന്റെ ക്ലാസ്സിൽ രണ്ട് ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഒരു ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നായിരുന്നു, ഓർമ്മയുണ്ടോ? നോട്ട് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, മൈൻഡിലുണ്ടാവും വിശ്വസിക്കുന്നു. സെയിൽസ് റവന്യൂ. സെയിൽസ് റവന്യൂ. ഓക്കെ, സെയിൽസ് റവന്യൂ. ഞാൻ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ടിങ്ങിലും സെയിൽസ് റവന്യൂ നേടി. ഇതാ കോൺട്രിബ്യൂഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റും സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിൽസ് റവന്യൂവിൽ നിന്നാണ്. സെയിൽസ് റവന്യൂ. ഓക്കെ, ഇത് ട്രഡീഷണൽ, ഇത് കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് ഞാൻ ഇതിൽ നിന്ന് ലെസ് ചെയ്യേണ്ടത്. ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഞാൻ സെയിൽസ് റവന്യൂവിൽ നിന്നും എന്താണ് ഇനി ലെസ് ചെയ്യേണ്ട സാധനം? Cost of goods sold. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അല്ല, ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അങ്ങനെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് സെയിൽസ് റവന്യൂവിൽ നിന്നും ലെസ് ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക? എന്താ കിട്ടുക? Gross Gross profit. profit. Gross profit. ഗ്രോസ് പ്രോഫിറ്റ് അല്ലേ? അതെ, ഗ്രോസ് പ്രോഫിറ്റ്. ഇനി ഗ്രോസ് പ്രോഫിറ്റ് ഞാൻ എന്താ ലെസ് ചെയ്യേണ്ടത്? ഗ്രോസ് പ്രോഫിറ്റ് Operating expense. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ലേ? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക? Operating profit. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലേ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന് വേറൊരു പേര് വിളിച്ചോളൂ നമുക്ക്, ഷോർട്ടാക്കിട്ട് EBIT. EBIT അല്ലേ? EBIT. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ EBIT നമുക്ക് വിളിക്കാം. സോ ഈ ഒരു രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തത്? ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിലെ കാര്യങ്ങൾ എഴുതുന്നത്. സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്യുന്നു, എന്നിട്ട് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നു. അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്യുന്നു, എന്നിട്ട് EBIT കിട്ടുന്നു അല്ലേ? ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി കോൺട്രിബ്യൂഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഞാൻ സെയിൽസ് റവന്യൂ എന്താ ലെസ് ചെയ്യേണ്ടത്? Variable cost. TVs. Total variable. വേരിയബിൾ കോസ്റ്റ് അല്ലെ? TVC അഥവാ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഞാൻ സെയിൽസ് റവന്യൂവിൽ നിന്നും ലെസ് ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക? Contribution margin. ടോട്ടൽ Contribution കോൺട്രിബ്യൂഷൻ margin. മാർജിൻ അല്ലെ? ഞാൻ അതിനെ TCM എന്ന് വിളിച്ചു. ഓക്കെ, ഇനി ഞാൻ എന്താ ലെസ് ചെയ്യേണ്ടത്? Operating profit. Fixed cost. അല്ല, ഓപ്പറേറ്റിംഗ് Fixed കോസ്റ്റ് ആണോ? cost. No, fixed cost. ഫിക്സഡ് Total കോസ്റ്റ് അല്ലെ? fixed cost. TFC, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആയിട്ടുള്ള TFC. ഈ TFC ഞാൻ ലെസ് ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക? Operating profit. Operating profit. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അഥവാ EBIT. ഓപ്പറേറ്റിംഗ് EBIT. പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അഥവാ EBIT. അപ്പൊ രണ്ട് ഇൻകം സ്റ്റേറ്റ്മെന്റിലും എത്തി നിൽക്കുന്നത് സെയിം പോയിന്റിലാണ്, EBIT അല്ലെ? സോ നമ്മൾ ഈ ലെസ് ചെയ്ത കോസ്റ്റുകളിലാണ് ചെറിയ ഡിഫറൻസ് ഉള്ളത്, ബാക്കിയൊക്കെ സെയിം. ഇനി എന്തൊക്കെ കോസ്റ്റുകളാണ് ഞാൻ ഈ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിലും ഈ ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെന്റിലും ലെസ് ചെയ്യുന്നത് നോക്കാം. അതായത് ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ എന്തൊക്കെ കോസ്റ്റുകളാണ് ഞാൻ കുറച്ച് നമുക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ ഞാൻ എന്തൊക്കെ കോസ്റ്റുകളാണ് കുറച്ചത്, അതുപോലെ തന്നെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൽ ഞാൻ എന്തൊക്കെ കോസ്റ്റാണ് കുറച്ചത്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ ഞാൻ എന്തൊക്കെ കോസ്റ്റാണ് കുറച്ചത്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൽ ഞാൻ എന്തൊക്കെയാണ് കുറച്ചത്. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ഞാൻ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ എന്താ ലെസ് ചെയ്യുന്നത്? എന്തൊക്കെ എമൗണ്ടുകളാണ് ഞാൻ ലെസ് ചെയ്യുന്നത്? എന്താ എന്തൊക്കെ എമൗണ്ടുകളാണ്? ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ഡയറക്ട് മെറ്റീരിയൽ. ഓക്കെ, Production cost. അതെ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ മാനുഫാക്ചറിങ്ങിന് വേണ്ടി ഞാൻ ചെലവാക്കിയ കോസ്റ്റ് ഇതാ, മാനുഫാക്ചറിങ് കോസ്റ്റ് ഞാൻ എടുത്ത് ചെയ്തിട്ടുണ്ട്, അതാണ് എന്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ വരിക. അതില് മാനുഫാക്ചറിങ്ങിന് വേണ്ടി എന്തൊക്കെ എക്സ്പെൻസിക്ക് ആയിട്ടുണ്ടോ അതൊക്കെ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ വരും. ഇതാ, ഞാൻ ഈ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ഈ കോസ്റ്റുകളിൽ
ഏതൊക്കെ കോസ്റ്റ് ആണ് ഞാൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ ലെസ് ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞത്? ഡയറക്ട് മെറ്റീരിയൽ ലെസ് ചെയ്യണം അല്ലെ? മോശിറ Yes, sir. ഡയറക്ട് മെറ്റീരിയൽ ലെസ് Production ചെയ്യണം. cost. അതുപോലെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഈ ഏതൊക്കെയാണ് എന്ന് ഞാൻ ചോദിച്ചത്. ഡയറക്ട് മെറ്റീരിയൽ ലെസ് ചെയ്യണം. പിന്നെ Direct നിങ്ങൾ labor. ഡയറക്ട് ലേബർ, അത് മാനുഫാക്ചറിങ് കോസ്റ്റ് ആണ്. പിന്നെ Variable manufacturing overhead. വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ്. ഓക്കെ, പിന്നെ Fixed manufacturing overhead. അത് ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ്. ഈ 4 കോസ്റ്റ് ആണ് എനിക്ക് മാനുഫാക്ചറിങ് കോസ്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ? ഈ 4 കോസ്റ്റ് ആണ് ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബിൾ, വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ്, ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ്. ഈ 4 കോസ്റ്റുകളാണ് ഞാൻ എന്തായിട്ട് എഴുതിയിട്ടുള്ളത്? മാനുഫാക്ചറിങ് കോസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത്, അഥവാ എന്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ക്ലിയർ അല്ലേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്തൊക്കെ ഐറ്റംസ് ആണ് ലെസ് ചെയ്യുന്നത് മനസ്സിലായല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഓൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ആണ്, ഞാൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ നിന്ന് ലെസ് ചെയ്യണം. ഓൾ മാനുഫാക്ചറിങ് കോസ്റ്റ്, മാനുഫാക്ചറിങ്ങിന് വേണ്ടി എന്തൊക്കെ ചെലവാക്കണോ അതൊക്കെ ഞാൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ ലെസ് ചെയ്യണം. അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ, അതുപോലെ തന്നെ ഡയറക്റ്റ് ലേബർ, അതുപോലെ തന്നെ വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ്, ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഈ സെയിൽസ് റവന്യൂവിൽ നിന്ന് എല്ലാ മാനുഫാക്ചറിങ് കോസ്റ്റുകളും, അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്താൽ എനിക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും അല്ലെ? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്താലാണ് എനിക്ക് ഇ ബി ആയിട്ട് കിട്ടുക. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ലെസ് ചെയ്യുന്നത്? ഇവിടെ നോക്കി പറഞ്ഞാൽ മതി. എന്തൊക്കെ ലെസ് ചെയ്യേണ്ടത്? ഓൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ആണ് ഞാൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ ഞാൻ എന്തൊക്കെ ലെസ് ചെയ്യേണ്ടത് നോക്കിയിട്ട് പറഞ്ഞത്? Selling, administration, distribution. അതെ, സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ Variable and ആൻഡ് fixed. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, വേരിയബിൾ ഉണ്ട് അല്ലെ? ഈ വേരിയബിൾ സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഞാൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ ലെസ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളതോ? പറഞ്ഞോ. Fixed അതെ, selling, operating ഫിക്സഡ് expense സെല്ലിംഗ്, and ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. ഈ വേരിയബിൾ സെല്ലിംഗ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ, അതായത് വേരിയബിൾ ആയിട്ടുള്ള നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡും ഫിക്സഡ് ആയിട്ടുള്ള നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡും എന്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. വേരിയബിൾ സെല്ലിംഗ് ഓവർഹെഡ്, വേരിയബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, വേരിയബിൾ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. സിമ്പിൾ ആയിട്ട് ഞാൻ വിളിച്ചു വേരിയബിൾ സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അത് ഒരു നോൺ മാനുഫാക്ചറിങ് ഓർഡർ ആണ്. അതാണ് ഞാൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഫിക്സഡ് ആയിട്ടുള്ള സെല്ലിംഗ് എക്സ്പെൻസ്, ഫിക്സഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, ഫിക്സഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്. ഇത് മൂന്നാണ് ഇതിന്റെ അടുത്ത ടൈപ്പ് ഓഫ് നോൺ മാനുഫാക്ചറിങ് ഓർഡർ. അതും ഇതിന്റെ ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വേരിയബിൾ സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡും ഫിക്സഡ് സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡും നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡിലാണ് വരിക. അതായത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിലാണ് വരിക. ക്ലിയർ അല്ലേ? അതുവരെ ക്ലിയർ അല്ലേ? Yes, sir. ഓക്കെ. ആരാധന ചെയ്യാൻ പറ്റുന്നില്ലേ? Yes, sir. ഓക്കെ. സോ ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ ഓൾ നോൺ മാനുഫാക്ചറിങ് എക്സ്പെൻസുകളാണ് വരിക. നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ്. ഓക്കെ. അതായത് വേരിയബിൾ സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, അതായത് വേരിയബിൾ സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അതുപോലെ തന്നെ ഫിക്സഡ് സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. ഓക്കെ. സോ നമ്മളെ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നിന്ന് സെയിൽസിൽ നിന്നും ഈ ഓൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്താണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക. ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും എല്ലാ നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ് ആയിട്ടുള്ള വേരിയബിൾ സെല്ലിംഗ് ഓവർഹെഡ്, ഫിക്സഡ് സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, ഈ നോൺ മാനുഫാക്ചറിങ് കോസ്റ്റുകൾ ലെസ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇ ബി ആയിട്ട് കിട്ടുക. ഇതുവരെ ക്ലിയർ അല്ലേ? ആരാധന ഡൗട്ട് ഉണ്ടോ? ആരാധന, സുബിത ക്ലിയർ അല്ലേ?
Yes, sir. Clear answer. Yes, sir. അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് സെയിൽസ് റവന്യൂയിൽ നിന്നും ദാ ഈ EBIT വരെ എത്തി. ഇനി കോൺട്രിബ്യൂഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ദാ സെയിൽസ് റവന്യൂ ഞാൻ ലെസ് ചെയ്യേണ്ടത് ആരാധന നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? Yes, sir. ഓക്കെ അപ്പൊ ഓക്കെ കോൺട്രിബ്യൂഷൻ ഇൻകം ഓക്കെ കട്ടാവുന്നുണ്ട്. ഓക്കെ കുഴപ്പമില്ല. ഇതാ കോൺട്രിബ്യൂഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഞാൻ സെയിൽസ് റവന്യൂയിൽ നിന്നും ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്താലാണ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടുക. നിങ്ങളൊന്ന് പറഞ്ഞത് ഞാൻ എന്തൊക്കെ എമൗണ്ട് ആണ് ഈ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആയിട്ട് കുറയ്ക്കേണ്ടത്? ഇതാണ് എന്റെ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഈ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിലെ എന്തൊക്കെ കോസ്റ്റുകളാണ് ഞാൻ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൽ നിന്ന് ലെസ് ചെയ്തത്? അതായത് ഈ പെട്ടിയിൽ എന്തൊക്കെയാണ് വരിക? പറഞ്ഞു. Variable manufacturing overhead. വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് വേരിയബിൾ കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ Variable selling administration. വേരിയബിൾ സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ Administration. ഇത് വേരിയബിൾ ഓവർഹെഡ് ആണല്ലേ? അത് മാത്രമേ ഉള്ളൂ. അല്ല, ഡയറക്ട് മെറ്റീരിയൽ. ഡയറക്ട് മെറ്റീരിയലും ഡയറക്ട് ലേബറും. ഓക്കെ സോ സെയിൽസ് റവന്യൂയിൽ നിന്നും ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ്, വേരിയബിൾ സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡുകളൊക്കെ ലെസ് ചെയ്യുമ്പോൾ അഥവാ ടോട്ടൽ വേരിയബിൾ കോസ്റ്റുകൾ ലെസ് ചെയ്യുമ്പോഴാണെങ്കിൽ കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടണം അല്ലേ? ക്ലിയർ അല്ലേ? Yes, sir. Clear answer. ഓക്കെ അപ്പോ ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. സെയിൽസ് റവന്യൂയിൽ നിന്നും ഞാൻ എന്തൊക്കെയാണ് ലെസ് ചെയ്യുന്നത് വെച്ചാൽ ഓൾ വേരിയബിൾ കോസ്റ്റ്, എല്ലാ വേരിയബിൾ കോസ്റ്റുകളും, അതായത് ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, അതുപോലെ തന്നെ വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ്, അതുപോലെ തന്നെ വേരിയബിൾ സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡുകൾ ലെസ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? സെയിൽസ് റവന്യൂന്ന് എല്ലാ വേരിയബിൾ കോസ്റ്റും ലെസ് ചെയ്താൽ എനിക്ക് ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സെയിൽസ് റവന്യൂന്ന് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടും അല്ലേ? ഇനി ഞാൻ ലെസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ എന്താ ലെസ് ചെയ്യേണ്ടത്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് അല്ലേ? ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റുകൾ ഇനി അതൊക്കെ ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റുകൾ ഒന്ന് പറഞ്ഞേ. ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡും ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ്, അതുപോലെ തന്നെ ഫിക്സഡ് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് അല്ലെ? ഇതൊക്കെയാണ് ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റ്. അത് തന്നെ ഞാൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന്റെ രീതി അഥവാ ഓൾ ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് അഥവാ FMOH, അതുപോലെ തന്നെ ഫിക്സഡ് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. ഓക്കെ ഇത് രണ്ട് ലെസ് ചെയ്തപ്പോൾ ഞാൻ സെയിം പോയിന്റിലല്ലേ എത്തി. സോ ഈ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിലും ഞാൻ എന്റെ എല്ലാ ഓപ്പറേറ്റിംഗ് കോസ്റ്റുകളും ലെസ് ചെയ്തു. അത് ഞാൻ ലെസ് ചെയ്ത കാറ്റഗറി മാത്രം ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ്, കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഡിഫറെന്റ് ആയതുകൊണ്ട് എല്ലാ ഓപ്പറേറ്റിംഗ് കോസ്റ്റിനും രണ്ടിനും ലെസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഈ സെയിൽസ് റവന്യൂയിൽ നിന്നും എല്ലാ ഓപ്പറേറ്റിംഗ് കോസ്റ്റുകളും ലെസ് ചെയ്തപ്പോഴാണ് എനിക്ക് EBIT കിട്ടിയത് ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ. പക്ഷെ ഞാൻ ലെസ് ചെയ്തത് എന്തിന്റെ ബേസിസിലാണ്? എല്ലാ മാനുഫാക്ചറിങ് കോസ്റ്റുകളും ഞാൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്ത്, അതുപോലെ തന്നെ എല്ലാ നോൺ മാനുഫാക്ചറിങ് കോസ്റ്റും ഞാൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് വേറെ ലെസ് ചെയ്ത്. സോ ഈ ഒരു കാറ്റഗറി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അഥവാ മാനുഫാക്ചറിംഗ് കോസ്റ്റ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അഥവാ നോൺ മാനുഫാക്ചറിംഗ് കോസ്റ്റ്, ഈ ഒരു കാറ്റഗറിയിലാണ് ഞാൻ എല്ലാ ഓപ്പറേറ്റിംഗ് കോസ്റ്റുകളും എന്റെ സെയിൽസ് റവന്യൂവിൽ നിന്നും ലെസ് ചെയ്ത്. അപ്പൊ ആ സെയിൽസ് റവന്യൂവിൽ നിന്നും ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ലെസ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? EBIT കിട്ടി. ഇനി കോൺട്രിബ്യൂഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ എന്താ സംഭവിച്ചത്? എന്റെ സെയിൽസ് റവന്യൂവിൽ നിന്നും എല്ലാ ഓപ്പറേറ്റിംഗ് കോസ്റ്റും ഞാൻ ഇവിടെയും ലെസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലെസ് ചെയ്തിട്ടുള്ള എല്ലാ കോസ്റ്റുകളും ഇവിടെയും ലെസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്നുള്ള ആ ഒരു ഡിഫറൻഷിയേറ്റ് രീതിയിലാണ് ഞാൻ ലെസ് ചെയ്തിട്ടുള്ളത്. സെയിൽസ് റവന്യൂവിൽ നിന്ന് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്താൽ എനിക്ക് ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടി. അതിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്താൽ എനിക്ക് EBIT കിട്ടി. ഓക്കെ സോ ഞാൻ ഇവിടെ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ കുറച്ചിട്ടുള്ള എല്ലാ അമൗണ്ടും ഓപ്പറേറ്റിംഗ് കോസ്റ്റിലും കുറച്ചിട്ടില്ലേ? അല്ല കോൺട്രിബ്യൂഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് കുറച്ചിട്ടില്ലേ? സോ രണ്ട് രീതിയിൽ ചെയ്താലും ഒരേ പോയിന്റിലാണ് നമ്മൾ എത്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഓക്കെ ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ എഴുതിയ അതേ ഒരു ഫോർമാറ്റിൽ നോട്ടിലേക്ക് എഴുതിക്കോ. അതായത് രണ്ട് സൈഡിലാക്കിയിട്ട് എഴുതുക, സെന്ററിൽ ഒരു ഗ്യാപ്പ് ഇടുക, ഈ 4 പെട്ടി ഇത് നല്ല വൃത്തി ഉണ്ടായിക്കോട്ടെ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ CMA കഴിയുന്ന വരെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു കോൺസെപ്റ്റ്.
രണ്ട് ഇൻകം സ്റ്റേറ്റ്മെന്റും ഇവിടെ ഈ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ എഴുതണമെന്നില്ല, കാരണം ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഞാൻ എഴുതിയത്. എഴുതണം നിർബന്ധമില്ല. ഇതുവരെ ക്ലിയർ അല്ലേ എല്ലാവർക്കും? EBIT വരെ ക്ലിയർ അല്ലേ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വരെ ക്ലിയർ ആണ്. ഓക്കെ. സോ രണ്ട് sir. ഇൻകം സ്റ്റേറ്റ്മെന്റിലും ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിലും കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെന്റിലും നമ്മൾ സെയിം സ്ഥലത്തേക്കാണ് എത്താൻ പോകുന്നത്. അത് എത്താൻ പോകുന്ന രീതി ഒന്ന് ഡിഫറെന്റ് ആണെന്നേ ഉള്ളൂ. ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ആൻഡ് നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്നുള്ള ക്ലാസിഫിക്കേഷനിൽ കോസ്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് ലെസ് ചെയ്യുന്നു. കോൺട്രിബ്യൂഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്നുള്ള രീതിയിൽ കോസ്റ്റുകളെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ലെസ് ചെയ്യുന്നു. എന്നിട്ട് EBIT എത്തുന്നു. അതാണ് ഈ രണ്ട് ഇൻകം സ്റ്റേറ്റ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ്. മനസ്സിലാക്കിയിട്ട് എഴുതുക, ചുമ്മാ കോപ്പി ചെയ്യരുത്. ഇമ്പോർട്ടന്റ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു ഞാൻ പറഞ്ഞു. മാനുഫാക്ചറിങ് കോസ്റ്റ്, നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ്, ഇവിടെ എഴുതിയിട്ടുള്ള എല്ലാ കോസ്റ്റും നമ്മൾ ഈ കോൺട്രിബ്യൂഷൻ മാർജിനിൽ കുറച്ചിട്ടുണ്ട്. അത് ഡിഫറെന്റ് ആയിട്ടുള്ള രീതി, ക്ലാസിഫിക്കേഷൻ ഒന്ന് ഡിഫറെന്റ് ആയി. നമുക്ക് ഇനിയും കണ്ടിന്യൂഷൻ ഉണ്ട്, അത് എഴുതി കഴിഞ്ഞിട്ട് ചെയ്യാം. മനസ്സിലാക്കി എഴുതണം. എല്ലാ കോസ്റ്റുകളും വേരിയബിൾ മാനുഫാക്ചറും ഫിക്സഡ് മാനുഫാക്ചറോട് ഒക്കെ മനസ്സിലാക്കി എഴുതണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുകൂടി എക്സ്പ്ലെയിൻ ചെയ്താൽ. ആരാധന എഴുതി കഴിഞ്ഞോ? മനസ്സിലായിട്ടുണ്ടോ? ഏത് രീതിയിലാണ് ട്രഡീഷണൽ കോസ്റ്റും ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റും കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്നുള്ളത് മനസ്സിലായിട്ടില്ലേ? മനസ്സിലായിട്ടുണ്ട്. സർ ഒരു ഡൗട്ട്. ചോദിച്ചോ. ഈ ഓവർ ഹെഡ്സ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തപ്പോ പ്രൊഡക്ഷനും നോൺ പ്രൊഡക്ഷനും അല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്?
അത് പ്രൊഡക്ഷൻ ഓവർഹെഡ് ആണ് ഈ ഈ മാനുഫാക്ചറിങ് കോസ്റ്റ്. പ്രൊഡക്ഷന്റെ അണ്ടറിൽ വരുന്നതാണ് മാനുഫാക്ചറിങ് ഓവർഹെഡും. അതെ, ഈ മാനുഫാക്ചറിങ് ഓവർഹെഡിന്റെ ഒരു വേറൊരു പേരാണ് പ്രൊഡക്ഷൻ ഓവർഹെഡ്. ഓക്കെ, പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഓവർഹെഡ് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് സെയിം ആണല്ലോ. സോ ഈ പ്രൊഡക്ഷൻ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഓവർഹെഡ് ആണ്. അതായത് മാനുഫാക്ചറിങ് ഓവർഹെഡ് ആയിട്ടുള്ള വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡും ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ്. നോൺ പ്രൊഡക്ഷൻ ഓവർഹെഡ് ആണ് ഈ നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ്. ഇതാണോ ഡോട്ട്? ക്ലിയർ ആണോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. മുബഷിറ, ഇതുവരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. എഴുതിയായിരുന്നോ? എഴുതി കഴിഞ്ഞു. ഓക്കെ, സോ നമ്മൾ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിലും കോൺട്രിബ്യൂഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റിലും നമ്മൾ എത്താൻ പോകുന്നത് സെയിം പോയിന്റിലാണ്. ഓക്കെ, ഈ സെയിൽസ് എല്ലാ ഓപ്പറേറ്റിംഗ് കോസ്റ്റും ലെസ് ചെയ്യുമ്പോൾ നമുക്ക് EBIT കിട്ടുന്നു അല്ലെ. അത് നമ്മൾ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്ത രീതി ചെറുതായിട്ടൊന്ന് മാറി. അതേ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിലും മാർജിനൽ കോസ്റ്റിംഗിലും ഡിഫറൻസ് ഉള്ളൂ. ഇവിടെ മാനുഫാക്ചറിങ് കോസ്റ്റ്, നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്നുള്ള ഡിഫറൻസ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ടും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ടും കോസ്റ്റുകൾ ലെസ് ചെയ്തപ്പോൾ ഞാൻ EBIT-ലേക്ക് എത്തി. പക്ഷേ കോൺട്രിബ്യൂഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, പ്രൊഡക്ഷൻ കൂടുമ്പോൾ കോസ്റ്റ് കൂടുന്ന വേരിയബിൾ ആയിട്ടുള്ള കോസ്റ്റും ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റും ആ ഒരു കാറ്റഗറിയിൽ ഞാൻ കോസ്റ്റുകളെ ഡിവൈഡ് ചെയ്തു. ആ ഒറ്റ ഡിഫറൻസ് ആണ് ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റും കോൺട്രിബ്യൂഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ളത്. സോ ഈ രണ്ട് രീതിയിൽ ചെയ്യുമ്പോഴും നമ്മൾ ഫൈനലി എത്താൻ പോകുന്നത് EBIT അഥവാ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഈ സെയിൽസ് അവർക്ക് ഓപ്പറേഷൻസിന് വേണ്ടി ചെലവായിട്ടുള്ള എല്ലാ കോസ്റ്റും, അതിനാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് വിളിച്ചത്. ഓക്കെ, സെയിൽസിന് എല്ലാ ഓപ്പറേറ്റിംഗ് കോസ്റ്റുകളും ലെസ് ചെയ്തപ്പോഴാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടി. അതായത് ഓപ്പറേഷൻസിലൂടെ അവർ നേടിയെടുത്ത പ്രോഫിറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിലും കോൺട്രിബ്യൂഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റിലും നമ്മൾ എത്തി നിൽക്കാൻ പോകുന്നത് നമ്മളൊരു മീറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് EBIT-യിലാണ്. ഓക്കെ, ഇനി അവിടുന്ന് രണ്ടുള്ള റിമൈനിങ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് എഴുതാം. സോ ഈ രണ്ട് പോയിന്റും സെയിം ആയിട്ട് ഇവിടെയും EBIT ആണ്, ഇവിടെയും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, അത് രണ്ടും സെയിം ആയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, അതിന് കോമൺ ആയിട്ട് എഴുതാൻ പോവാണ്. എന്താ ഈ ഒരു രീതിയിൽ. ഓക്കെ, രണ്ടും സെയിം ആയിട്ട് ഇനി നമുക്ക് ഒന്നും മതിയല്ലോ. ഇനി ഈ ക്ലാസിഫിക്കേഷൻ ആവശ്യമില്ല. ഇവിടെ ആയിരുന്നു നമുക്ക് ക്ലാസിഫിക്കേഷൻ ആവശ്യം വന്നത്. ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വീതിച്ചു കൊടുത്ത ആ ഒരു പ്രോസസ്സിൽ. ഓക്കെ, ഈ കോസ്റ്റിന്റെ കാറ്റഗറിയിലാണ് നമുക്ക് ആ ഒരു ഡിഫറൻസ് ആവശ്യമുള്ളത്. രണ്ട് രീതിയിലും നമ്മൾ എല്ലാ ഓപ്പറേറ്റിംഗ് കോസ്റ്റും ലെസ് ചെയ്തത് നമ്മൾ എത്തി നിൽക്കുന്നത് EBIT എന്നുള്ളൊരു പോയിന്റിലാണ്. അഥവാ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ EBIT എന്നുള്ളത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ EBIT. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് EBDT ആണ് ഡിസ്കസ് ചെയ്തത്. കാരണം ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്നുള്ളത് എക്സ്ക്ലൂഡിംഗ് ഡിപ്രിസിയേഷൻ ആയിരുന്നു നമ്മൾ സെക്ഷൻ ഇയിൽ പഠിച്ചത്. ഇവിടെ ഡിപ്രിസിയേഷനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് വിളിച്ചത്, EBIT എന്ന് വിളിച്ചത്. ആ ഡിഫറൻസ് കത്തുന്നില്ലേ? കോൺസെപ്റ്റ് കത്തുന്നില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ പറഞ്ഞേ, ഇനി എന്താ ലെസ് ചെയ്യേണ്ടത്? ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അഥവാ EBIT ഞാൻ എന്തായാലും ലെസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അല്ലാതെ വേറിംഗ് കോസ്റ്റ് നമുക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് അല്ലെ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് ഞാൻ ഇൻട്രസ്റ്റ് ലെസ് ചെയ്യുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഞാൻ ഇൻട്രസ്റ്റ് ലെസ് ചെയ്യുന്നു. അപ്പം കിട്ടുന്നതാണ് എനിക്ക് എന്ത് കിട്ടുന്നതാണ് EBT അല്ലെ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് EBIT മാറിയിട്ട് EBT ആയി, ഏർണിങ്സ് ബിഫോർ ടാക്സ്. ഓക്കെ, ഇനി EBT ഞാൻ എന്താ ചെയ്യുന്നത്? ടാക്സ്. EBT ഞാൻ ടാക്സ് എത്രയാണോ ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടത്, ഞാൻ ഏർണിങ്സ് ബിഫോർ ടാക്സ്, അതായത് ടാക്സ് അടയ്ക്കേണ്ട ആ ഒരു ബേസ് എമൗണ്ട്, അതായത് ലാഭത്തിന്റെ മുകളിലാണ് ഞാൻ ടാക്സ് അടിക്കുന്നത്. ഈ എമൗണ്ട് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ എമൗണ്ടിനാണ് ഞാൻ ടാക്സ് അടിക്കുന്നത്. അഥവാ EBDT-ന്റെ മുകളിൽ നമ്മൾ ടാക്സ് അടിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ്, റിമൈനിങ് ആയിട്ടുള്ള എമൗണ്ട് ആണ് നെറ്റ് ഇൻകം അല്ലെ. നെറ്റ് ഇൻകം അല്ലെങ്കിൽ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. ടാക്സ് ഒക്കെ അടച്ചു കഴിഞ്ഞിട്ടുള്ള ഏർണിങ്സ്. ഇത് നമുക്ക് മൊത്തം എടുക്കാൻ പറ്റും നെറ്റ് ഇൻകം. ഇതിന് ഞാൻ കൊടുക്കാണ്ടോ? ഞാൻ ബേസിക് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് എന്തെങ്കിലും ചെലവുണ്ടോ? ഞാൻ പറഞ്ഞായിരുന്നു നെറ്റ് ഇൻകത്തിൽ നിന്നാണ് നമ്മൾ വേറൊരു പേയ്മെന്റ് ചെയ്യുന്നത്.
ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻഡ്. ഡിവിഡൻഡ് അല്ലെ. ഈ നെറ്റ് ഇൻകം ഓക്കെ, നമ്മൾ മേ ബി നമ്മൾ സ്വന്തം പൈസക്കാണ് നമ്മൾ ബിസിനസ് തുടങ്ങിയെന്നുണ്ടെങ്കിൽ, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് മാത്രമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നെറ്റ് ഇൻകം മൊത്തം നമുക്ക് എടുക്കാം. പക്ഷെ ഇതൊരു ലിസ്റ്റഡ് കമ്പനിയാണ് അസ്യൂം ചെയ്യുക, കംപ്ലീറ്റ് എമൗണ്ട് ലോണിന് പുറമെ കംപ്ലീറ്റ് എമൗണ്ടും ഷെയർ ഹോൾഡേഴ്സിന്റെ ഇഷ്യൂ ചെയ്ത് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് റേസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്. സോ ഈ കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത് ഈ ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഓക്കെ, സോ ഈ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ട ഈ എമൗണ്ട് ആണ് ഈ നെറ്റ് ഇൻകം. സോ ഇനി നെറ്റ് ഇൻകത്തിൽ നിന്ന് എന്താണ് ഇനി നമ്മൾ അടുത്ത് കുറയ്ക്കാൻ പോകുന്നത് നോക്കാം. സോ നെറ്റ് ഇൻകത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് ഡിവിഡൻസ് ആണ്. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സിൽ, അതായത് നമ്മൾ ലോൺ എടുത്തിട്ടുള്ളതിന് അതിന്റെ കോസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് പോലെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന്റെ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് അവരിൽ നിന്ന് റേസ് ചെയ്തിട്ടുള്ള കോസ്റ്റ്, അഥവാ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ആ ഒരു കോസ്റ്റിന്, ആ ഒരു ക്യാപിറ്റലിന് കമ്പനി റീപേ ചെയ്യേണ്ട എമൗണ്ട് ആണ് ഡിവിഡൻഡ് അല്ലെ. ഓക്കെ, സോ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം. ഷെയർ ഹോൾഡേഴ്സ് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്? മുബഷിറ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട് അല്ലെ. എന്താ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് 2 ടൈപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവാം. ഓക്കെ, ഈ ഷെയർ ഹോൾഡേഴ്സിന്, ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ട എമൗണ്ട് ആണ് ഈ നെറ്റ് ഇൻകം, അവർക്കുള്ളതാണ് ഈ നെറ്റ് ഇൻകം. ഓക്കെ, അല്ലെങ്കിൽ ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ്. ഈ നെറ്റ് ഇൻകത്തിൽ നിന്ന് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിനും കൂടി പൈസ കൊടുക്കാനുള്ളൂ. ഓക്കെ, സോ ഈ ഷെയർ ഹോൾഡേഴ്സിലെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, കോമൺ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഈ കമ്പനിയുടെ റിയൽ ഓണേഴ്സ് എന്ന് പറഞ്ഞാല് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അല്ല, കോമൺ ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഇത് കാരണം എന്താന്ന് വെച്ചാല് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും. ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അവർ കമ്പനിയുടെ ഒരു പാർട്ടാണ്. പക്ഷെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഡിവിഡൻഡ് കിട്ടാൻ കുറച്ചും കൂടി പ്രിഫറൻസ് ഉണ്ടാവും. കാരണം കോമൺ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുന്നേ പ്രിഫറൻസ് ഉള്ളത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. അപ്പം ഡിവിഡൻഡ് ആദ്യം കിട്ടുക ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. ഓക്കെ, ഡിവിഡൻഡ് ആദ്യം കിട്ടുക ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. അത് അവർക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ ഡിസ്അഡ്വാൻറ്റേജ് എന്താ പറയുക, അവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡിവിഡൻഡേ കിട്ടുന്നുള്ളൂ. ഓക്കെ, കമ്പനി ലാഭം ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയില്ലെങ്കിലും അത് വേറൊരു കാറ്റഗറി ഉണ്ട്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, ക്യുമുലേറ്റീവ്, നോൺ ക്യുമുലേറ്റീവ്. ഓക്കെ, ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത് പോവാം. ഫോർ എക്സാമ്പിൾ, ഓക്കെ, നമുക്ക് ഈ നെറ്റ് ഇൻകം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു എമൗണ്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഡിവിഡൻഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, മേ ബി ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലുള്ള ആ ഒരു പ്രോഫിറ്റ് ഇൻട്രസ്റ്റും ടാക്സ് ഒക്കെ അടയ്ക്കുമ്പോഴത്തേനും ഒന്നും ഉണ്ടാവാത്ത അവസ്ഥ, മേ ബി ലോസിലേക്കുള്ള ഒരു അവസ്ഥ മേ ബി വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എല്ലാ വർഷവും ഡിവിഡൻഡ് കിട്ടുമോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ക്യാഷ് ഉണ്ടെങ്കിൽ അവർക്ക് ഡിവിഡൻഡ് കിട്ടും. ഓക്കെ, ഇനി പൈസ ഇല്ല, ഈ ഒരു വർഷം ഇയർ വണ്ണില് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ കമ്പനിയുടെ നെറ്റ് ഇൻകം ഒന്നും ഇല്ല അസ്യൂം ചെയ്യുക, സീറോ ആണെന്ന് അസ്യൂം ചെയ്യുക. സോ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ, അതായത് ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആഡ് ചെയ്ത് പോണ രീതിയിൽ അർത്ഥം. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ ഇയർ വണ്ണില് അവർക്ക് പ്രോഫിറ്റ് ഇല്ല, അഥവാ നെറ്റ് ഇൻകം ഇല്ല, ഡിവിഡൻഡ് ഇല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ കാറ്റഗറി ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആണ് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇയർ വണ്ണിൽ ഡിവിഡൻഡ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇയർ ടൂല് കിട്ടാൻ പോകുന്ന ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഇയർ വണ്ണിലെ ഡിവിഡൻഡും ഇയർ ടൂല് ഡിവിഡൻഡാണ്. അതായത് കഴിഞ്ഞ വർഷം മിസ്സായ ഡിവിഡൻഡും ഇയർ ടൂല് അടുത്ത വർഷം അവർക്ക് കിട്ടും, ഇഫ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ. ഇനി നോൺ ക്യുമുലേറ്റീവ് ആണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഒരു ഇത് കുറവാണ്, ഇമ്പോർട്ടൻസ് കുറവാണ്. സോ ആ ഒരു വർഷം ലാഭം ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കും. ഓക്കെ, ഇയർ വണ്ണിലെ ലാഭമില്ല, ഓക്കെ, ഇയർ ടൂല് ലാഭം ഉണ്ടോ, ഇയർ ടൂല് മാത്രം കൊടുത്താൽ മതി. അതാണ് നോൺ ക്യുമുലേറ്റീവ്. ഓക്കെ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്. ഇപ്പൊ നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും കോമൺ ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുന്നതിന് കുറച്ചും കൂടി പ്രിവിലേജ് ഉണ്ട്. ഓക്കെ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലേ കോമൺ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നുള്ളൂ. പക്ഷേ അത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്താ, അവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടുന്ന പോലത്തെ ഒരു ഡിവിഡൻഡ് അവർക്ക് കിട്ടുന്നുള്ളൂ. ഓക്കെ, കമ്പനി കുറച്ച് ലാഭം ഉണ്ടാക്കിയാലും അവർക്ക് ഒരു പെർസെന്റേജ് ഓഫ് എമൗണ്ടേ കിട്ടുന്നുള്ളൂ. ഇനി കമ്പനി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയെങ്കിൽ, നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ കോടി കണക്കിന് പൈസ ഉണ്ടെങ്കിൽ, അത്രയും പൈസ ഉണ്ടെങ്കിലും അവർക്ക് ആ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ചെറിയ എമൗണ്ടേ കിട്ടുന്നുള്ളൂ. അവർക്ക് ഓൾറെഡി നിശ്ചയിച്ചിട്ടുള്ള, ഓൾറെഡി ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് അവർക്ക് കിട്ടുന്നുള്ളൂ.
അത് അവർക്കൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്താ വെച്ചാൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് റിസ്ക് കുറവാണ്. കാരണം എന്താ, ആദ്യം ആദ്യം അവർക്കാണ് എന്ത് കിട്ടുന്നത്, ഡിവിഡൻഡ് കിട്ടുന്നത്. ഓക്കെ, അവർക്ക് റിസ്ക് കുറവാണ്, അതിനനുസരിച്ചുള്ള റിട്ടേൺ കുറവാണ്, ഡിവിഡൻഡ് അവർക്ക് കിട്ടുന്നത് കുറവാണ്, അവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡിവിഡൻഡേ കിട്ടുന്നുള്ളൂ. പക്ഷേ കോമൺ ഷെയർ ഹോൾഡേഴ്സിന് അത്യാവശ്യം റിസ്ക് ഉണ്ട്. കാരണം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ അവസാനം കോമൺ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നുള്ളൂ. പക്ഷേ കോമൺ ഷെയർ ഹോൾഡേഴ്സിന് ഇനിയിപ്പോ ഒന്നും ഇല്ലെങ്കിൽ ആ വർഷം ഡിവിഡൻഡ് ഇല്ലെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നോക്കിക്കാണാൻ പറ്റുള്ളൂ. ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ക്യുമുലേറ്റീവ് ഷെയർ ഹോൾഡേഴ്സുകളാണെങ്കിൽ കഴിഞ്ഞ വർഷം മിസ്സായ ഡിവിഡൻഡ് ഒക്കെ അടുത്ത വർഷത്തെ ലാഭത്തും കൂടി അതും കൂടി കൂട്ടിക്കൊടുക്കണം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. പക്ഷേ കോമൺ ഷെയർ ഹോൾഡേഴ്സിന് ഈ വർഷം നെറ്റ് ഇൻകം ഇല്ല, ഓക്കെ, ഒന്നുമില്ല. ഓക്കെ, ഇനിയിപ്പോ ഈ വർഷം ലോസ് ആണ്, കുറച്ച് തീരെ ഉണ്ടാവില്ല ഡിവിഡൻഡ്. ഇനി ഈ വർഷം കുറച്ച് പ്രോഫിറ്റ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ കുറച്ച് പ്രോഫിറ്റേ കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഈ കമ്പനിക്ക് കോടിക്കണക്കിന് രൂപന്റെ നെറ്റ് ഇൻകം ഉണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് എമൗണ്ട് ആർക്കുള്ളതാണ്, കോമൺ ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. അതാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും കോമൺ ഷെയർ ഹോൾഡേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും റിസ്ക്കും ഡിഫറെന്റ് ആണ്. പക്ഷെ കോമൺ ഷെയർ ഹോൾഡേഴ്സിനും അവരുടെ റിസ്ക്കും അവരെടുക്കുന്ന റിസ്ക്കും അവർക്ക് കിട്ടുന്ന റിട്ടേണും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും ഡിഫറെന്റ് ആണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവില്ല. അതായത് കമ്പനിയുടെ ഒരു തീരുമാനം എടുക്കുന്നതിൽ ഇവർക്ക് വലിയ റോളൊന്നും ഉണ്ടാവില്ല പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. പക്ഷെ കോമൺ ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഓക്കെ, അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും കോമൺ ഷെയർ ഹോൾഡേഴ്സും. അപ്പൊ ഞാൻ ബേസിക് ആയിട്ട് പറയുന്നത് നമ്മൾ നെറ്റ് ഇൻകത്തിന് ആദ്യം ഡിവിഡൻഡ് കൊടുക്കാൻ പോകുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. അതിന് നമ്മൾ പ്രിഫേർഡ് ഡിവിഡൻഡ് എന്ന് പറയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കോമൺ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പോകുന്നുള്ളൂ. ഓക്കെ, കോമൺ ഷെയർ ഹോൾഡേഴ്സിന് റിസ്ക് കൂടുതലാണ്, അതിനനുസരിച്ച് അവർക്ക് കിട്ടാൻ പോകുന്ന ഡിവിഡൻഡ് നല്ല ലാഭം ഉണ്ടെങ്കിൽ നല്ലോണം കിട്ടും, ഈ തീരെ അല്ലെങ്കിൽ തീരെ കിട്ടൂല. പക്ഷെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കുറച്ചും കൂടി പ്രിഫറൻസ് ഉണ്ട്, കാരണം ആദ്യം അവർക്ക് കൊടുത്തിട്ടേ കോമൺ ഷെയർ ഹോൾഡേഴ്സിലേക്ക് പോകുള്ളൂ. ഇനി ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ കമ്പനി നഷ്ടമായാലും കമ്പനി ലാഭം ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും അവർക്ക് എന്താണ്, ഈ വർഷം മിസ്സായിട്ടുള്ള ഡിവിഡൻഡ് അടുത്ത വർഷം കിട്ടുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എല്ലാ വർഷവും ഡിവിഡൻഡ് കിട്ടുന്ന പോലെ തന്നെയല്ലേ. സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരെടുക്കുന്ന റിസ്ക് കുറവാണ്, അതിനനുസരിച്ച് അവർക്ക് കിട്ടാൻ പോകുന്ന ഡിവിഡൻഡ് കുറവാണ്. ഓക്കെ, ഈ കാറ്റഗറിയിൽ ഈ ഷെയർ ഹോൾഡേഴ്സിൽ കമ്പനിയുടെ റിയൽ ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കോമൺ ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ഈ കോമൺ ഷെയർ ഹോൾഡേഴ്സ് ആണ് കമ്പനിയുടെ റിയൽ ഓണേഴ്സ്. ഓക്കെ, ഈ കോമൺ ഷെയർ ഹോൾഡേഴ്സ് നിന്നും കുറച്ച് ആൾക്കാരെ തെരഞ്ഞെടുക്കും, കുറച്ച് ആൾക്കാരെ എലക്ട് ചെയ്തിട്ട് കുറച്ച് ആൾക്കാരെ തീരുമാനിക്കും. അതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. കേട്ടിട്ടുണ്ടോ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് കേട്ടിട്ടില്ലേ? ഓക്കെ, സോ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ മെയിൻ ആൾക്കാർ. ഓക്കെ, കമ്പനിയുടെ മെയിൻ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ റൈറ്റ് ഉള്ള ആൾക്കാർ. കോമൺ ഷെയർ ഹോൾഡേഴ്സിന് എല്ലാവർക്കും വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, പക്ഷെ ആ കോമൺ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും അവർ സെലക്ട് ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കമ്പനിയുടെ മെയിൻ തീരുമാനങ്ങളൊക്കെ എടുക്കുക. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കോമൺ ഷെയർ ഹോൾഡേഴ്സ് ഉള്ള ആൾക്കാരാണ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അല്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ളത് മനസ്സിലായില്ലേ? ഈ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് ഈ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാണ്. ഈ നെറ്റ് ഇൻകത്തിൽ നിന്നും നമ്മൾ ആദ്യം പേ ചെയ്യാൻ പോകുന്നത് പ്രിഫറൻസ് ഉള്ള ഷെയർ ഹോൾഡേഴ്സിനാണ്, അവർക്കാണ് പ്രിഫറൻസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അവർക്കാണ് നമ്മൾ ആദ്യം ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഓക്കെ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിലേ കോമൺ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നുള്ളൂ. ഓക്കെ, കോമൺ ഷെയർ ഹോൾഡേഴ്സിന്റെ റിസ്ക്കും കൂടുതലാണ്, അതിനനുസരിച്ച് കിട്ടാൻ പോകുന്ന ഡിവിഡൻഡ് കൂടുതലാണ്. ഈ കോമൺ ഷെയർ ഹോൾഡേഴ്സിന് അവരെ എലക്ട് ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് ആൾക്കാരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ? ബേസിക് ആയിട്ട് മനസ്സിലായിട്ടില്ലേ? ആരാധന മനസ്സിലായിട്ടുണ്ട്? അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം ഇൻകം സ്റ്റേറ്റ്മെന്റിൽ രണ്ട് ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എത്തി നിൽക്കുന്നത് നെറ്റ് ഇൻകത്തിലാണ്, അതായത് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. ഇനി ഈ പൈസ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു, നമ്മൾ പ്രിഫറൻസ് ഷെയർസിനുള്ള ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ പ്രിഫേർഡ് ഡിവിഡൻഡ്. അതെന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ്. ഓക്കെ, എല്ലാ വർഷവും സെയിം ഒരു ഡിവിഡൻഡ് കിട്ടും. ഓക്കെ, ലാഭം ഉണ്ടായാലും കിട്ടും. ഇപ്പൊ ലാഭം ഇല്ലെങ്കിലും ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ ഈ വർഷം മിസ് ആയിട്ടുള്ള ലാഭം അടുത്ത വർഷത്തെ ലാഭത്തിൽ നിന്ന് അതും കൂട്ടിയിട്ടാണ് അവർക്ക് കൊടുക്കുക. അങ്ങനെ പറയുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് എല്ലാ വർഷവും ഡിവിഡൻഡ് കിട്ടുന്ന പോലെ തന്നെയാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ഉള്ളത്. ഓക്കെ, സോ ഈ നെറ്റ് ഇൻകത്തിന് ഞാൻ ആദ്യം ലെസ് ചെയ്യാൻ പോകുന്നത് ഇതാ, പ്രിഫേർഡ് ഡിവിഡൻഡ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഞാൻ കൊടുക്കേണ്ട ഡിവിഡൻഡ്, അതായത് പ്രിഫേർഡ് ഡിവിഡൻഡ്, അത് ഒരു ഫിക്സഡ് ഒരു എമൗണ്ട് ആണ്. നമ്മളിപ്പോ ബാങ്ക് 1 ലക്ഷം ഇൻട്രസ്റ്റ് ലോൺ എടുത്തു, അതിന്റെ 10% ഇൻട്രസ്റ്റ് കൊടുത്തു, 10,000 ഇൻട്രസ്റ്റ് കൊടുത്തു. ഓക്കെ, അതുപോലെ തന്നെ പ്രിഫേർഡ് ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കും.
അതും ഒരു ഫിക്സഡ് പെർസെന്റേജ് ആണ്. കമ്പനിയുടെ ഷെയർസിന്റെ ഫേസ് വാല്യൂവിന്റെ മുകളിലുള്ള അവർ എത്ര ഷെയർസ് ആണ് അവർ ഹോൾഡ് ചെയ്തിട്ടുള്ളത് അതിന് എത്ര ഒരു പെർസെന്റേജ്, ഫോർ എക്സാമ്പിൾ 10%, 12%, അതൊക്കെയാണ് അവർക്ക് കിട്ടാൻ നമ്മൾ പ്രിഫേർഡ് ഡിവിഡൻഡ്. ഓക്കെ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. തൽക്കാലം ഇതാ നെറ്റ് ഇൻകത്തിൽ നിന്ന് നമ്മൾ ആദ്യം പേ ചെയ്യാൻ പോകുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് അവർക്ക് കൊടുക്കേണ്ട പ്രിഫേർഡ് ഡിവിഡൻഡ്. പ്രിഫേർഡ് ഡിവിഡൻഡ് പ്രിഫേർഡ് ഡിവിഡൻഡ് ഓക്കെ. സോ ഇതാ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൽ ഇതാ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അതായത് കുറച്ചുകൂടി മുൻഗണനയുള്ള ഷെയർ ഹോൾഡേഴ്സ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, അവർക്കാണ് നമ്മൾ ആദ്യം ഡിവിഡൻഡ് കൊടുത്തത്, പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുത്തു. ഇനി ഇവരെ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി നമുക്കുള്ളത് കോമൺ ഷെയർ ഹോൾഡേഴ്സ്, അതായത് കമ്പനിയുടെ റിയൽ ഓണേഴ്സ്, കോമൺ ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, നെറ്റ് ഇൻകത്തിൽ നിന്ന് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള പ്രിഫേർഡ് ഡിവിഡൻഡ് കുറച്ച് കഴിഞ്ഞാൽ ഉള്ള കംപ്ലീറ്റ് എമൗണ്ടും ആർക്കുള്ളതാ? കോമൺ ഷെയർ Common ഹോൾഡേഴ്സിന്. shareholders. ഇനി കോമൺ ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാനുള്ളൂ. സോ ഈ നെറ്റ് ഇൻകത്തിൽ നിന്നും പ്രിഫേർഡ് ഡിവിഡൻഡ് കുറച്ച് കഴിഞ്ഞാലുള്ള എമൗണ്ടിനെ ഞാനൊരു പേരിട്ട് വിളിക്കാൻ പോണ്. ഇതാ ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ബ്രാക്കറ്റിൽ ഞാൻ IAC, ഇത് നമ്മൾ കുറച്ചും കൂടി ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാനുണ്ട്. അതൊക്കെ കാൽക്കുലേഷനിലേക്ക് വരും. തൽക്കാലം ഇതിന്റെ പേര് പഠിച്ചു. അതായത് നമ്മുടെ നെറ്റ് ഇൻകത്തിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ ബാക്കിയുള്ളത് നമ്മുടെ ഡിവിഡൻഡ് മാത്രമാണ്. നമ്മൾ ഡിവിഡൻഡ് കൊടുക്കേണ്ടത് ഷെയർ ഹോൾഡേഴ്സിന് മാത്രമാണ്. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സിനാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും കോമൺ ഷെയർ ഹോൾഡേഴ്സും. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് ഡിവിഡൻഡ് കിട്ടാനുള്ള പ്രയോറിറ്റി. ഓക്കെ, ഡിവിഡൻഡ് ആദ്യം കിട്ടുക ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. നമ്മൾ ആദ്യം അവർക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് എന്തൊക്കെ എമൗണ്ട് ബാക്കിയുണ്ടോ അതൊക്കെ ആർക്ക് അവകാശപ്പെട്ട എമൗണ്ടാ? കോമൺ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ട എമൗണ്ടാ. അതിനെ ഞാൻ എന്ത് വിളിച്ചു? ഇതാ ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സ്. ഇതാ ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സ്, ബ്രാക്കറ്റിൽ ഞാൻ IAC എന്ന് വിളിച്ചു. ഓക്കെ, ഇനി ഞാൻ എന്താ കൊടുക്കാനുള്ളത്? ഇനി ആർക്കാണ് ഡിവിഡൻഡ് കൊടുക്കാനുള്ളത്? ഇനി ആർക്കും കൊടുക്കാനുള്ളത്? അതെല്ലാം കോമൺ ഷെയർ ഹോൾഡേഴ്സിനുള്ളത്. അതെ, അതെല്ലാം കോമൺ ഷെയർ ഹോൾഡേഴ്സ് ഉള്ളതാണ്. പക്ഷേ നമ്മൾ മേ ബി കംപ്ലീറ്റ് പൈസ അവർക്ക് കൊടുത്തേക്കാം, അവർക്ക് വിഡ്രോ ചെയ്യാൻ കൊടുത്തേക്കാം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് തന്നെ ബിസിനസ്സിൽ കീപ്പ് ചെയ്യും. അവരുടെ പൈസ തന്നെയാണ്, പക്ഷേ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ പേരിൽ നമ്മൾ ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യും. അതിനാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയാം. Retained earnings. ഓക്കെ, ആ, അതായത് കേട്ടിട്ടുണ്ട് ഈ IAC ഇൻകം അവൈലബിൾ ഫോർ ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ള എമൗണ്ട് കംപ്ലീറ്റ് കോമൺ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടത് തന്നെയാണ്. പക്ഷേ നമ്മളെ എല്ലാ സമയത്തും കംപ്ലീറ്റ് പൈസ അവർക്ക് പ്രിഫേർഡ് ഡിവിഡൻഡ് കൊടുത്ത പോലെ എല്ലാവർക്കും ഡിവിഡൻഡ് കൊടുത്തോളണം നിർബന്ധമില്ല. അതിൽ നമ്മൾ കോമൺ ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞിട്ട് കോമൺ ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ് കോമൺ ഡിവിഡൻഡ്. ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം, അപ്പൊ ക്ലിയർ ആവും. ഇതാ കോമൺ ഡിവിഡൻഡ്, ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർ. ഇനി കോമൺ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ട പൈസയാണ് അവർക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ്. റീറ്റെയിൻഡ് ഏർണിങ്സ്. ഓക്കെ, ബ്രാക്കറ്റിൽ ഞാൻ RE എന്നുള്ള ഷോർട്ട് ഫോമിലാണ് നമുക്ക് അറിയപ്പെടുക. ഓക്കെ, ഇപ്പോ ഞാൻ ഒന്നുകൂടി റഫായിട്ട് പറഞ്ഞുതരാം. നമ്മൾ രണ്ട് ഇൻകം സ്റ്റേറ്റ്മെന്റിലും നമ്മൾ എത്തിച്ചെന്നത് നമ്മൾ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ മാനുഫാക്ചറിങ് കോസ്റ്റും നോൺ മാനുഫാക്ചറിങ് കോസ്റ്റും ലെസ് ചെയ്തപ്പോൾ EBIT-യിലെത്തി. ട്രഡീഷണൽ കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ സെയിൽസ് റവന്യൂവിൽ നിന്നും ടോട്ടൽ വാരിയബിൾ കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ലെസ് ചെയ്തപ്പോൾ EBIT-യിലെത്തി. രണ്ടും സെയിം പോയിന്റ് ആയതുകൊണ്ട് ഞാൻ രണ്ടും സെയിം ആയിട്ട് ഒറ്റ രീതിയിലേക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഞാൻ ഇൻട്രസ്റ്റ് ലെസ് ചെയ്തു, EBT-യിൽ എത്തിച്ച്. അതിൽ നിന്ന് ടാക്സ് ലെസ് ചെയ്തിട്ട് നെറ്റ് ഇൻകം അല്ലെ. ഇനി ഡിവിഡൻഡ് മാത്രമേ കൊടുക്കാനുള്ളൂ. രണ്ട് ടൈപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് നമുക്ക്. പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, അവർക്ക് കൊടുക്കേണ്ട ഡിവിഡൻഡ് ഫിക്സഡ് ആയിട്ടുള്ള ഡിവിഡൻഡ് ഞാൻ ആദ്യം കൊടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് കംപ്ലീറ്റ് കോമൺ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ട ഷെയർ എമൗണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ
ഫോർ എക്സാമ്പിൾ ഇതാ ഞാൻ ഈ വർഷം ഉണ്ടാക്കിയിട്ടുള്ള നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 5 lakh. ഓക്കെ, ഞാൻ നെറ്റ് ഇൻകം അല്ലെങ്കിൽ ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് എല്ലാ ചെലവും കഴിഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് മാനുഫാക്ചറിംഗ് കോസ്റ്റും നോൺ മാനുഫാക്ചറിംഗ് കോസ്റ്റും ഇൻട്രസ്റ്റും ടാക്സ് ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കമ്പനി ഏൺ ചെയ്ത ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 5 lakh ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, പ്രിഫേർഡ് ഡിവിഡൻഡ് ആയിട്ട് അവർ കൊടുത്തത് കമ്പനി കൊടുത്തത് 1 lakh ആണ്. 1 lakh കൊടുത്തു കഴിഞ്ഞാൽ ഇനി എത്ര ഉള്ളത്? 4 ലക്ഷം ഉള്ളത്. ഓക്കെ, ഈ 4 ലക്ഷം കംപ്ലീറ്റ് ആർക്ക് അവകാശപ്പെട്ടതാ? കോമൺ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാ. ഇനി അവർക്ക് കോമൺ ഡിവിഡൻഡ് കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആരാന്ന് വെച്ചാൽ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് തീരുമാനിക്കുക ഈ വർഷം കമ്പനി കോമൺ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണോ, അല്ലെങ്കിൽ കമ്പനി തന്നെ ഈ പൈസ വെക്കണോ, അല്ലെങ്കിൽ കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് ഈ പൈസ യൂസ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കോമൺ ഷെയർ ഹോൾഡേഴ്സിലെ എലക്ടഡ് പേഴ്സൺസ് ആണ്. കോമൺ ഷെയർ ഹോൾഡേഴ്സിലെ എലക്ട് ചെയ്ത ആൾക്കാരാണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് തീരുമാനിക്കുന്നത് ഈ വർഷം കോമൺ ഡിവിഡൻഡ് കൊടുക്കണോ വേണ്ടത്. ഫോർ എക്സാമ്പിൾ, കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിസൈഡ് ചെയ്യാണ് ഈ വർഷം നമുക്കൊരു 2 lakh എന്ത് ചെയ്യാം, കോമൺ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, സോ എത്ര ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് അവർക്ക് ഈ 2 lakh വീതിച്ചു കൊടുക്കും. 1 lakh ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ഷെയറിന് 2 രൂപ വെച്ച് കിട്ടും. ഓക്കെ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. തൽക്കാലം എത്ര ഓർമ്മിച്ചാൽ മതി, 4 ലക്ഷം കംപ്ലീറ്റ് എന്തുള്ളതാ, കോമൺ ഷെയർ ഹോൾഡേഴ്സിനുള്ള ക്യാഷാണ്. ഓക്കെ, കോമൺ ഷെയർ ഹോൾഡേഴ്സിനുള്ള ക്യാഷിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിസൈഡ് ചെയ്തു, അവർ അനൗൺസ് ചെയ്തു ഈ വർഷം കമ്പനി കോമൺ ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്യുന്നത് 2 ലക്ഷമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ ഈ കോമൺ ഡിവിഡൻഡ് ആയിട്ടുള്ള 2 lakh ഈ IAC ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സ് എന്ന് 4 lakh ലെസ് ചെയ്തപ്പോൾ റിമൈനിങ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 4 lakh 2 lakh ആണ്. ഓക്കെ, 4 lakh 2 lakh ലെസ് ചെയ്തു, 2 lakh ബാക്കിയുണ്ട്. ഇതാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ഓക്കെ, റീറ്റെയിൻ ചെയ്യുക, ഈ ഏർണിങ്സ് റീറ്റെയിൻ ചെയ്യുക. ഇത് കോമൺ ഷെയർ ഹോൾഡേഴ്സിന്റെ കാശ് തന്നെയാണ്, പക്ഷെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഈ കമ്പനിയിൽ തന്നെ വെക്കുക. ഓക്കെ, തൽക്കാലം അവർക്ക് ഡിവിഡൻഡ് ആയിട്ട് വീതിച്ചു കൊടുക്കുന്നില്ല, തൽക്കാലം അവിടെ നിൽക്കട്ടെ, പിന്നെ എപ്പോഴെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഇതാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ഓക്കെ, ഈ റീറ്റെയിൻഡ് ഏർണിങ്സ് നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റുമെന്ന് അറിയാം? ബാലൻസ് ഷീറ്റിൽ എവിടെ? ലയബിലിറ്റി ലാബിലിറ്റി സൈഡിലാണ്. ബാലൻസ് ഷീറ്റ് ആണ് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻകം സ്റ്റേറ്റ്മെന്റ് അസറ്റ്, ഇവിടെ ലാബിലിറ്റി ക്യാപിറ്റൽ. ഇവിടെ ലാബിലിറ്റി ആണ് ആദ്യം ഉണ്ടാവുക, അതിന്റെ അടിയിൽ ഇക്വിറ്റി അഥവാ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടാവും. ഈ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഒരു ലാബിലിറ്റിയാണ്. ഓക്കെ, നമ്മുടെ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് കേട്ടിട്ടില്ലേ? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്റെ സ്വന്തം ബിസിനസ്സിലേക്ക് എന്റെ പോക്കറ്റിലുള്ള ഒരു 5 ലക്ഷം രൂപ ഞാൻ എന്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ, ഓക്കെ, ഞാനിവിടെ എനിക്ക് ക്യാഷ് ആയിട്ട് ഞാനിവിടെ 5 ലക്ഷം കൊണ്ടുവന്നാൽ ക്യാഷ് ആയിട്ട് അസറ്റ് 5 ലക്ഷം കൂടി. അതുപോലെ തന്നെ ഈ ബിസിനസ്സിൽ ഓണർ ആയിട്ടുള്ള എനിക്ക് എന്നോടുള്ള ഒരു ലയബിലിറ്റി ആണ് ഈ 5 lakh. ഓക്കെ, അതുകൊണ്ട് ഞാനിവിടെ ഇക്വിറ്റിയിൽ ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 5 lakh എഴുതണം. ഓക്കെ, സംഭവം എന്റെ പൈസ ആണ്, എന്റെ സ്വന്തം ബിസിനസ് ആണ്. പക്ഷേ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ നമ്മൾ പഠിക്കുന്നത് എന്താ, ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്. ഓക്കെ, ഓണർ വേറെ, ബിസിനസ് വേറെ. അപ്പൊ ഓണറിന് കൊണ്ടുവന്ന പൈസ എന്ന് വിചാരിച്ചിട്ട് തോന്നി പോലെ ചെലവാക്കാൻ പറ്റില്ല. ഈ ബിസിനസ്സിന് ഈ ഓണറോടുള്ള ഒരു ലയബിലിറ്റി ആണ് എന്ത്, ഈ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ. ഓക്കെ, സോ ഈ അസറ്റ് ഈസ് ഇക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ലാബിലിറ്റീസും ക്യാപിറ്റലും ചേർന്നതാണ് ആ ബിസിനസ്സിനുള്ള ലാബിലിറ്റി. ഓക്കെ, സോ ഈ ക്യാപിറ്റൽ സൈഡിലാണ് അല്ലെങ്കിൽ ഈ ഇക്വിറ്റി സൈഡിലാണ് റീറ്റേൺ ഏർണിങ്സ് കാണാൻ പറ്റുക. ഓക്കെ, ഒരു വർഷത്തെ റീറ്റേൺ ഏർണിങ്സ് ഇതാ, ഈ വർഷത്തെ റീറ്റേൺ ഏർണിങ്സ് ഡയറക്ട്ലി ചെല്ലാൻ പോകുന്നത് ഈ 2 ലക്ഷം ചെല്ലാൻ പോകുന്നത് ഈ ബാലൻസ് ഷീറ്റിലേക്കാണ്. ഫോർ എക്സാമ്പിൾ, ഓൾറെഡി അവർക്ക് 5 lakh റീറ്റേൺ ഏർണിങ്സ് ഉണ്ട് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിന്റെ ബാലൻസിൽ. ഈ വർഷത്തെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അവർ ഈ വർഷം റീറ്റേൺ ഏർണിങ്സിലേക്ക് കൊണ്ടുപോയത് 2 lakh ആണ്. ഈ 2 lakh ഈ ബാലൻസ് ഷീറ്റിലേക്ക് പോകും. ഈ 5 lakhന്റെ കൂടെ ഈ 2 lakh ഈ വർഷത്തെ റീറ്റേൺ ഏർണിംഗ് കൂടി പുതിയ റീറ്റേൺ ഏർണിങ്സിന്റെ ബാലൻസ് വന്നാണ് 7 lakh ആയിട്ട് മാറും. അതൊക്കെ ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. നാളെ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ബാലൻസ് ഷീറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇതുവരെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്? മുബസ്സിറ, യെസ് സർ, ക്ലിയർ ആണ്. സുബിത? ഓക്കെ, ഇന്നത്തെയും നാളത്തെയും Yes, sir. ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ ഈ സെക്ഷന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ഇന്നത്തെ നാളത്തെ ക്ലാസ്. ഇന്നത്തെ നാളത്തെ ക്ലാസ് വൃത്തിക്ക് മനസ്സിലായ നമുക്ക് സെക്ഷൻ എളുപ്പമാണ്. ഓക്കെ, ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ എലമെന്റ്സും ബാലൻസ് ഷീറ്റിന്റെ എലമെന്റ്സും വൃത്തിക്ക് അറിയാണെങ്കിൽ ഈ സെക്ഷന്റെ പകുതി പണി കഴിയും.
ഓക്കെ, ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിസൈഡ് ചെയ്യണം കോമൺ ഡിവിഡൻഡ് ഒന്നും വേണ്ട, കമ്പനിക്ക് പൈസ ആവശ്യമുണ്ട്, കമ്പനിക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം, പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങണം, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ മെഷീനറി വാങ്ങണം, അല്ലെങ്കിൽ പുതിയ ലേബേഴ്സിനെ ഹയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ റീറ്റെയിൻ ഏർണിംഗ്സ് ആവശ്യമുണ്ടെങ്കിൽ കമ്പനിക്ക് കോമൺ ഡിവിഡൻഡ് ഒന്നും കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചാൽ റീറ്റെയിൻ ഏർണിംഗ്സ് 4 lakh തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ഈ വർഷത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അനൗൺസ് ചെയ്തത് കമ്പനീന്റെ അത്യാവശ്യം പൈസ ഉണ്ട്. ഓക്കെ, കോമൺ ഷെയർ ഹോൾഡേഴ്സിന് കഴിഞ്ഞ കൊല്ലം ഡിവിഡൻഡ് കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ വർഷം നമ്മൾ 4 lakh കൊടുത്ത 4 lakh ആയിട്ട് ഏൺ ചെയ്ത കംപ്ലീറ്റ് എമൗണ്ട് നമുക്ക് കോമൺ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ റീറ്റെയിൻ ഏർണിംഗ്സ് ഒന്നും ഉണ്ടാവില്ല ഈ വർഷം. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ വർഷം 4 ലക്ഷമാണ് IAC ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സ്. അതിലെ കോമൺ ഡിവിഡൻഡ് ആയിട്ട് കമ്പനി പേ ചെയ്ത് 1 lakh ആണ്. റിട്ടേൺ ഏർണിംഗ്സ് എത്ര? 3 lakh അല്ലേ? 3 lakh. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഈ വർഷം കോമൺ ഷെയർ ഹോൾഡേഴ്സ് എത്ര ഏൺ ചെയ്തു? കോമൺ ഷെയർ ഹോൾഡേഴ്സ് എത്ര എമൗണ്ട് ആണ് ഏൺ ചെയ്തത്? 4 lakh. 4 lakh ആണ്. അതിലെ 1 lakh അവർ റിസീവ് ചെയ്തു എന്നേ ഉള്ളൂ. ഈ റിമൈനിങ് ആയിട്ടുള്ള റീറ്റെയിൻ ഏർണിംഗ്സ് 3 lakh അവർക്ക് അവകാശപ്പെട്ടതാണ്. ഓക്കെ, ഇനി മേ ബി അടുത്ത വർഷം കമ്പനിക്ക് ഡിവിഡൻഡ് കൊടുക്കണം. ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സ് ഇല്ല, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്തപ്പോഴേക്കും ബാലൻസ് 0 ആയി. അങ്ങനെയാണെങ്കിൽ ആ വർഷം കമ്പനിക്ക് കോമൺ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ റീറ്റെയിൻ ഏർണിംഗ്സ് എന്ന് വേണമെങ്കിൽ എടുത്തു കൊടുക്കാം. ഓക്കെ, സോ ഈ റീറ്റേൺ ഏർണിംഗ്സ് എന്ന് പറഞ്ഞ് മാറ്റിയിരിക്കുന്ന എമൗണ്ട് ഈ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടിട്ടുള്ളതാ, അവർക്ക് ഇപ്പം കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഈ 1 lakh അവർക്ക് കൊടുത്താൽ 1 lakh ആണ് ഈ വർഷം അവർ ഏൺ ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. 1 lakh അവർ റിസീവ് ചെയ്തു. ടോട്ടൽ 4 lakh ആണ് അവർ ഏൺ ചെയ്തത്. അതിലെ 1 lakh അവർ റിസീവ് ചെയ്തു, 3 lakh അവിടെ റീറ്റെയിൻ ചെയ്ത് ബിസിനസ്സുകളിൽ വെച്ചു. അതാണ് ഇതിന്റെ അർത്ഥം. ക്ലിയർ ആയിട്ടുണ്ടാവും? നെറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ റീറ്റെയിൻ ഏർണിംഗ്സ് ഉള്ള കമ്പനി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ആദ്യം കൊടുക്കും. അവർക്ക് ലോസ് ആണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നെറ്റ് ഇൻകം തന്നെ ലോസ് ആണെങ്കിൽ കൺസിഡർ. ലോസ് ആണെന്നുണ്ടെങ്കിൽ കോമൺ ഷെയർ ഹോൾഡേഴ്സിന് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ നെറ്റ് ഇൻകം 50,000 ലോസ് ആണെങ്കിൽ ഇതാ ഒന്നും ഉണ്ടാവില്ല, കോമൺ ഡിവിഡൻഡ് കൊടുക്കാനുണ്ടാവില്ല, റിട്ടേൺ ഏർണിംഗ്സിൽ പോകാനുണ്ടാവില്ല. പിന്നെ നമ്മളെ ലാസ്റ്റ് ഇയർ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ക്യുമുലേറ്റ് ആയിട്ടുണ്ടാവില്ലേ, അപ്പൊ അത് പ്രിഫറൻസ് ലാസ്റ്റ് ഷെയർ ഇയർ ഹോൾഡേഴ്സ് ആദ്യം കൊടുക്കും. അതെ ലാസ്റ്റ് ഇയർ റിട്ടേൺ ഏർണിംഗ്സ് ഉണ്ടാവാം. ഓക്കെ, അപ്പം ഈ വർഷം ലോസ് ആണ് എങ്കിലും ഈ വർഷം ഡിവിഡൻഡ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരാന്ന് വെച്ചാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അവർക്ക് വേണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ റീറ്റെയിൻ ഏർണിംഗ്സ് കൊടുക്കാം, അത് അവരുടെ താല്പര്യം തീരുമാനം അനുസരിക്കും. പക്ഷെ കോമൺ ഡിവിഡൻഡ് നമുക്ക് ഒരു ഫാക്ടർ അല്ല, നമുക്ക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പ്രിഫേർഡ് ഡിവിഡൻഡ് ആണ്. കാരണം അവർക്ക് എന്തായാലും ഡിവിഡൻഡ് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, സോ ഈ വർഷം ലോസ് ആണ്, ഈ വർഷത്തെ പൈസയെന്ന് അവർക്ക് പ്രിഫേർഡ് ഡിവിഡൻഡ് കൊടുക്കാൻ നമുക്ക് പൈസ ഇല്ലെങ്കിൽ ഓക്കെ ഈ വർഷം അവർക്ക് കിട്ടില്ല. ഇനി അടുത്ത വർഷം ഈ പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സിന് ഈ വർഷം മിസ്സായിട്ടുള്ള ഡിവിഡൻഡ്, ഫോർ എക്സാമ്പിൾ ഈ വർഷം ഒരു 20,000 കൊടുക്കേണ്ടതായിരുന്നു, അത് കൊടുക്കാൻ ഈ വർഷം പൈസ ഇല്ല. കാരണം ഈ വർഷം നെറ്റിങ് തന്നെ 50,000 ലോസാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം ഈ 20,000 കൂട്ടി കൊടുക്കണം, അല്ലെങ്കിൽ അടുത്ത വർഷത്തെ പൈസ മാത്രം കൊടുത്താൽ മതി തീരുമാനിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളത് 2 കാറ്റഗറി ഉണ്ട്. ഓർമ്മണ്ടോ? കുറച്ചു നേരം മുന്നേ പറഞ്ഞത് പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സ്, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഈ പ്രിഫേർഡ് ഡിവിഡൻഡ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ അവർ ഓൺ ചെയ്യുന്നത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ ഈ വർഷം നഷ്ടപ്പെട്ടിട്ടുള്ള 20,000 അവർക്ക് അടുത്ത വർഷത്തെ ലാഭത്തിൽ നിന്ന് അവർക്ക് കൂട്ടി കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇയർ 1 അവർക്ക് 20,000 കൊടുക്കാനുണ്ടായിരുന്നു, പക്ഷെ ഈ വർഷം പൈസ ഇല്ലെങ്കിൽ ഇയർ 1 അവർക്കൊന്നും കിട്ടില്ല. പക്ഷെ ഇയർ 1 മിസ്സായതും കിട്ടും, ഇയർ 2 ഉണ്ടെങ്കിൽ അതും കിട്ടും. ഇനി നോൺ ക്യുമുലേറ്റീവ് ആണെങ്കിലോ ഈ വർഷം ലോസ് ആണ്, പ്രിഫേർഡ് ഡിവിഡൻഡ് കൊടുക്കാൻ ക്യാഷ് ഇല്ല, കമ്പനിക്ക് ഒന്നുമില്ല. ഓക്കെ, സോ ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഈ ക്യുമുലേറ്റീവിന്റെയും നോൺ ക്യുമുലേറ്റീവിന്റെയും ബേസിലാണ്. കോമൺ ഡിവിഡൻഡ് കൊടുക്കണോ എന്ന് തീരുമാനിക്കുന്നത് കംപ്ലീറ്റ്ലി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഓക്കെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അത് കോമൺ ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ്, അതിൽ എലക്ടഡ് പേഴ്സൺസ് ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അവർ തന്നെ തീരുമാനിക്കുകയാണ് അവർക്ക് ഈ വർഷം ക്യാഷ് എടുക്കണോ അല്ലെങ്കിൽ ബിസിനസ് തന്നെ റീറ്റെയിൻ ചെയ്യണത്. അത് കമ്പനിയുടെ ആവശ്യങ്ങൾ അനുസരിച്ചിരിക്കും. കമ്പനിക്ക് നല്ല പൈസക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എക്സ്പാൻഷന് പൈസക്ക് ആവശ്യമുണ്ട്,
ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോമൺ ഡിവിഡന്റ് കൊടുക്കണ്ട, കംപ്ലീറ്റ് എമൗണ്ട് റീറ്റെയിൻ ചെയ്യാന്നുള്ള ഒരു ഡിസിഷനിലേക്ക് അവർക്ക് എത്താൻ പറ്റും. ഇനി കമ്പനിക്ക് പൈസ ഒന്നും ആവശ്യമില്ല, 2-3 വർഷമായിട്ട് കോമൺ ഡിവിഡന്റ് ഒന്നും കൊടുത്തിട്ടില്ല, ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും ഡിസപ്പോയിന്റഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ IAC ഇൻകം അവൈലബിൾ ഫോർ ഷെയർ ഹോൾഡേഴ്സ് കംപ്ലീറ്റ് എമൗണ്ടും കോമൺ ഡിവിഡന്റ് ആയിട്ട് കൊടുക്കാം. അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു ഇതിനനുസരിച്ചിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ ഇതുവരെ? സോ ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോ എമൗണ്ട് എഴുതാനുള്ള ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ഹോംവർക്ക് ആയിട്ട് തരാം. നിങ്ങൾ ഇതുവരെ കറക്റ്റ് നോട്ടിലേക്ക് എഴുതി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന് നമ്മൾ അവസാനം റീറ്റെയിൻ ഏർണിംഗ്സിലാണ് എത്തുന്നത്. അവിടെ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് കംപ്ലീറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റും കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെന്റ്. ശരിയായിരുന്നോ ഉപശ്രം? കഴിഞ്ഞു സർ. ഓക്കെ, സോ നമ്മൾ ടോപ്പിക്കിലേക്ക് എൻ്റർ ചെയ്തിട്ടില്ല. നമ്മുടെ പാർട്ട് 2 സെക്ഷൻ എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിലെ എന്തൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഫസ്റ്റത്തെ ഇൻകം സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റാണ്. ഇതാണ് നമ്മളെ ഇമ്പോർട്ടന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട്, ഒരു കമ്പനിയുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് നമ്മൾ ആ കമ്പനീനെ ഇവാലുവേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ, കമ്പനിക്ക് ലാബിലിറ്റീസ് വീട്ടാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ, കുറെ കടങ്ങളുണ്ട് അതിന് ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്നൊക്കെ നമ്മൾ, അല്ലെങ്കിൽ അതിന്റെ ലോങ് ടേം കടങ്ങൾ, ഓക്കെ, ലോങ് ടേം ലോണൊക്കെ വീട്ടാനുള്ള കാപ്പബിലിറ്റി ഉണ്ടോ, ലിക്വിഡിറ്റി ഉണ്ടോ, സോൾവൻസി ഉണ്ടോ ഒക്കെ നമ്മൾ പഠിക്കും. പേരൊക്കെ പോയിട്ട് പഠിക്കണ്ട. എന്നൊക്കെ നോക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞാൽ ഈ ഇൻകം സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റ് ആണ്. സോ ഈ ഫസ്റ്റത്തെ ഇൻകം സ്റ്റേറ്റ്മെന്റ്, ഈ ഇൻകം സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ പിന്നെ ആ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, സോ ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ വൃത്തിക്ക് പഠിച്ച്, പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് കോമ്പറൻസി ഇൻകം, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, ഇത് നമ്മൾ പാർട്ട് 1 സെക്ഷൻ എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞ വേറെ ടോപ്പിക് ഉണ്ട്. അത്യാവശ്യം വലിയ സെക്ഷൻ ആണ്. പാർട്ട് 1 ഏറ്റവും വലിയ സെക്ഷൻ ആണ്. അതായത് പാർട്ട് 2 കോർപ്പറേറ്റ് ഫിനാൻസ് പോലെ പാർട്ട് 1 ഏറ്റവും വലിയ സെക്ഷൻ ആണ്. അവിടെ നിങ്ങൾ ഈ മൂന്നെണ്ണത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ഇൻകം സ്റ്റേറ്റ്മെന്റിലെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് നമ്മൾ പോകേണ്ടത്. ഇതാ, ഒരു മാനുഫാക്ചറിംഗ് ഫേമിന് എന്തൊക്കെ കോസ്റ്റുകൾ വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ നോക്കി. അതിൽ മാനുഫാക്ചറിംഗ് ഫേമിന് എടുത്തതെന്ന് വെച്ചാൽ മാനുഫാക്ചറിംഗ് ഫേമിനാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റുകൾ ഉള്ളത്. ഈ ഡയറക്ട് മെറ്റീരിയലും ഡയറക്ട് ലേബറും, ഓക്കെ, മാനുഫാക്ചറിംഗ് ഓവർഹെഡ് ഒക്കെ മാനുഫാക്ചറിംഗ് ഫേമിനുള്ളൂ. ട്രേഡിംഗ് ഫേമിന് ഈ ഡയറക്ട് മെറ്റീരിയലും ഡയറക്ട് ലേബറും ഒന്നും വേണ്ട. ഓക്കെ, കാരണം അവർ ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്, അവർക്ക് ഡയറക്ട്ലി ആണ്. അവർ ഷർട്ട് ഉണ്ടാക്കി വെച്ചത് ഡയറക്ട്ലി എടുത്തിട്ട് അതൊരു പ്രോഫിറ്റിന് റീസെൽ ചെയ്യാണ് ട്രേഡിംഗ് ഫേം ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സൂപ്പർ മാർക്കറ്റ് ഒക്കെ പോലെ. അപ്പൊ നമ്മൾ മാനുഫാക്ചറിംഗ് ഫേം ചൂസ് ചെയ്തത് എല്ലാ കോസ്റ്റും ഒറ്റ കുടക്കയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ കോസ്റ്റുകളിൽ ഈ മാനുഫാക്ചറിംഗ് കോസ്റ്റ് ആയിട്ടുള്ള ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, മാനുഫാക്ചറിംഗ് ഓവർഹെഡ് വേരിയബിൾ ഉണ്ട്, ഫിക്സഡ് ഉണ്ട്. അതുപോലെ തന്നെ സെല്ലിംഗ് ഓവർഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെല്ലിംഗ് അഡ്മിനിസ്ട്രേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഓവർഹെഡ്,
അത് തന്നെ വേരിയബിളും തരാം, ഫിക്സഡ് കോസ്റ്റും വരാം. അതാണ് നമ്മൾ നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ്. നമ്മൾ മാനുഫാക്ചറിംഗിൽ വരാത്ത ഓവർഹെഡുകളാണ് നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ് അഥവാ നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അത് ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഏത് രീതിയിലാണ് വരിക, കോൺട്രിബ്യൂഷൻ മാർജിനിൽ ഏത് രീതിയിലാണ് വരിക എന്ന് നോക്കാം. ഓക്കെ, അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ വേറൊരു പേരുണ്ട്, മാർജിനൽ കോസ്റ്റിംഗിൽ വേറൊരു പേരുണ്ട്. യൂസ്ഡ് ഫോർ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് ഓൺലി. ഓക്കെ, ഇന്റേണൽ ഇവാലുവേഷൻ നമ്മൾ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യും, പക്ഷേ മെയിൻ പരിപാടി നമ്മൾ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ്. ഓക്കെ, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അത് ആവശ്യമുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക, അവൈലബിൾ ആക്കി കൊടുക്കുക, അവരുടെ റിവ്യൂ ചെയ്യാൻ വേണ്ടി അത് പബ്ലിക്കിന് വേണ്ടി കൊടുക്കുക അതിന്റെ അർത്ഥം. പക്ഷേ കോൺട്രിബ്യൂഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇന്റേണൽ ഇവാലുവേഷൻ കമ്പനീന്റെ അകത്ത് തന്നെ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ, പുറത്തേക്ക് കൊടുക്കുക. ഓക്കെ, ഇനി ഈ നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റുകൾ എന്തൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അല്ലാതെ ഇൻട്രസ്റ്റും ടാക്സും ഇതൊക്കെ ഉണ്ട്. ഓപ്പറേഷന് വേണ്ടി വന്ന കോസ്റ്റ് എന്തൊക്കെയാണോ അത് ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിലും കോൺട്രിബ്യൂഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് മാനുഫാക്ചറിംഗ് കോസ്റ്റ്, നോൺ മാനുഫാക്ചറിംഗ് കോസ്റ്റ് എന്നുള്ള ക്ലാസിഫിക്കേഷനിലാണ് നമ്മൾ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്തത്. പക്ഷേ കോൺട്രിബ്യൂഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഒക്കെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര പോയിന്റ് അഥവാ EBIT അത് രണ്ടിലും സെയിം ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ഒറ്റ രീതിയിൽ എഴുതി, ഇൻട്രസ്റ്റ് കുറച്ച്, ടാക്സ് കുറച്ച്, നെറ്റ് ഇൻകം കുറച്ച്, അല്ല നെറ്റ് ഇൻകത്തിലെത്തി, പ്രിഫേർഡ് ഡിവിഡന്റ് കുറച്ച്, ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സ്, അതിൽ നിന്ന് കോമൺ ഡിവിഡന്റ് കുറച്ച്, റിട്ടേൺ ഏർണിങ്സ്. ഈ റിട്ടേൺ ഏർണിങ്സ് എങ്ങോട്ടാ പോകുന്നത് വെച്ചാൽ ബാലൻസ് ഷീറ്റിലെ ഇക്വിറ്റി സൈഡിലേക്ക് പോകും. ഓക്കെ, ഇക്വിറ്റി സൈഡിൽ കോമൺ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് ഉണ്ടാവും. കോമൺ ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയിലേക്ക് കൊണ്ടുവന്ന ഒരു എമൗണ്ട് ഉണ്ടാവും. അത് നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. അതിന്റെ താഴത്ത് അവർക്ക് അവകാശപ്പെട്ട ഈ സെയിം എമൗണ്ട് റിട്ടേൺ ഏർണിങ്സ് പറഞ്ഞിട്ട് വേറൊരു എമൗണ്ടിൽ കാണാം. ഓക്കെ, ഇത് രണ്ടും അവർക്ക് അവകാശപ്പെടാം. വേറൊരു എമൗണ്ടും കൂടി ഉണ്ട്, ഇപ്പൊ കൺഫ്യൂഷൻ ആണ്. നാളെ നമുക്ക് ബാലൻസ് ഷീറ്റ് ഡിസ്കസ് ചെയ്യും, നോക്കാം. ഓക്കെ, പിന്നെ ഞാനൊരു ഔട്ട് ഓഫ് ദി സെക്ഷൻ ഒരു ടോപ്പിക് വേണമെങ്കിൽ പറഞ്ഞുതരാം. പാർട്ട് 1 സെക്ഷൻ ഡി കോസ്റ്റിംഗിലാണ് വരിക. ഓക്കെ, അതായത് നമുക്ക് ഈ രണ്ട് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, രണ്ട് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇത് ട്രഡീഷണലും ഇത് കോൺട്രിബ്യൂഷൻ മാർജിനും. ഓക്കെ, എന്തിനാണ് ഈ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ പബ്ലിക്കിന് കൊടുക്കുന്നത്? അതിനെന്തോ റീസൺ ഉണ്ടാവല്ലോ. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പം കേട്ട് കൺഫ്യൂഷൻ ആവണ്ട, അത് ഡീറ്റെയിൽ ടോപ്പിക് ആണ്. അതിന്റെ പേരാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക്. സെക്ഷൻ ഡി പാർട്ട് 1 സെക്ഷൻ ഡി കോസ്റ്റ് മാനേജ്മെന്റിലെ ടോപ്പിക് ആണ്. അപ്പം ഈ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് നമുക്ക് യൂസ് ചെയ്താൽ മേ ബി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. നല്ല റഫായിട്ട് പറഞ്ഞുതരാം, മനസ്സിലാക്കി വെക്കണമെന്നില്ല, ജസ്റ്റ് കേട്ടാൽ മതി. ഓക്കെ, എന്തിനാണ് ഈ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ പബ്ലിക്കിന് കൊടുക്കണമെന്ന് വെച്ചാൽ ഈ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിനെ കൊണ്ട് നമുക്കൊരു ഉപകാരം. അതായത് നമ്മൾ ഒരു വർഷം വിറ്റ യൂണിറ്റ്, ഓക്കെ, അതിനേക്കാൾ കൂടുതൽ യൂണിറ്റ്സ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്താൽ ഈ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ പ്രോഫിറ്റ് കൂട്ടി കാണിക്കാനുള്ള ഒരു ചെറിയൊരു ടൈപ്പ് പരിപാടി, ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. ഈ ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് ഉണ്ടല്ലോ, ഈ ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് നമ്മൾ എങ്ങനെ അലോക്കേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ടോട്ടൽ ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ആ വർഷം പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സ്. ആ പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സിലേക്കാണല്ലോ നമ്മൾ അലോക്കേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ ഓരോ യൂണിറ്റിനും ഓരോ കോസ്റ്റ് കിട്ടും. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട നിർബന്ധമൊന്നുമില്ല, സെക്ഷൻ ഡിയിലെ ടോപ്പിക്കാണ്. നാളെ അറിഞ്ഞു വെക്കണമെങ്കിൽ അറിഞ്ഞു വെക്കാം. ഇനിയിപ്പോ പാർട്ട് 1 കോസ്റ്റിംഗ് എടുക്കുമ്പോൾ ഫാക്കൽറ്റി ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. ഈ ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലാണ് വരുന്നത്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, വിറ്റ സാധനങ്ങളുടെ മാത്രം വില. ഓക്കെ, ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഓരോ യൂണിറ്റിനും ഓരോ ചെറിയ ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് വരും. ഒരു യൂണിറ്റിന് 2 രൂപ, അതായത് ടോട്ടൽ ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് 50,000 ഫാക്ടറിയിൽ വന്ന റെന്റ്. 5,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ ഒരു യൂണിറ്റിന് 10 രൂപ കിട്ടും. ഒരു യൂണിറ്റ് അഫോർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു യൂണിറ്റിന് വേണ്ടി കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആയിട്ട് വന്നത് 10 രൂപ ആണ് അസ്യൂം ചെയ്യാം. ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ്, അതായത് നമ്മൾ വിറ്റ യൂണിറ്റ്സിന്റെ ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് ഈ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ വരുന്നുള്ളൂ. ഓക്കെ, നമ്മൾ വിൽക്കാത്ത യൂണിറ്റ്സ് ആണ് നമ്മൾ ഇൻവെന്ററി എന്ന് പറയാം. ഓക്കെ, നമ്മൾ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതിൽ 500 യൂണിറ്റേ വിറ്റിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഞാൻ അങ്ങനെ റഫായിട്ട് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, 1000 യൂണിറ്റ് ആണ് ഈ വർഷം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത്, അതിൽ 500 യൂണിറ്റേ ഞാൻ വിറ്റിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കി 500 യൂണിറ്റ് എങ്ങോട്ടാ പോവാ? ഇൻവെന്ററിയിലേക്ക് പോവാ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിലാണ് കിടക്കുക. അസറ്റിൽ കറന്റ് അസറ്റ് ആയിട്ട് ഇൻവെന്ററി എന്ന് കിടക്കും. ഓക്കെ, സോ ബാലൻസ് ഷീറ്റിൽ കുറച്ച് കോസ്റ്റ് വരും. എങ്ങനെ? നമ്മൾ കൂടുതൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ ഈ 500 യൂണിറ്റേ വിറ്റിട്ടുള്ളൂ, ബാക്കി 500 യൂണിറ്റിന്റെ ഓരോ യൂണിറ്റിന്റെ മേലെയും ഈ ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് പറഞ്ഞുള്ള ആ ഒരു ചെറിയ എമൗണ്ട് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ കുറച്ച് സെയിൽസ് നടത്തിയിട്ടുള്ളൂ. അപ്പം ഫിക്സഡ് മാനുഫാക്ചറിംഗിലെ
ഫിക്സഡ് മാനുഫാക്ചറിംഗ് ഓർഡർ, അതായത് ഇപ്പോ ടോട്ടൽ ഫിക്സഡ് മാനുഫാക്ചറിംഗ് ഓർഡർ 50,000 ആണ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലേക്ക് 500 യൂണിറ്റേ വിറ്റിട്ടുള്ളൂ, അതായത് 1000ന്റെ പകുതി. അങ്ങനെയാണെങ്കിൽ 50,000 ഫിക്സഡ് മാനുഫാക്ചറിംഗ് ഓർഡറിന്റെ പകുതി ആയിട്ടുള്ള 25,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ വന്നു. ബാക്കി ഫിക്സഡ് മാനുഫാക്ചറിംഗ് എവിടേക്ക് പോയി? എവിടേക്കാ പോയത്? ബാക്കി 25,000 എങ്ങോട്ടാ പോയത്? എങ്ങോട്ടാ പോയത്? ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇൻവെന്ററിയിൽ ഇൻവെന്ററിയിലേക്ക് പോലെ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിലേക്കാണ് പോണത്. അതായത് 50,000 ഫിക്സഡ് മാനുഫാക്ചറിംഗ് ഓർഡർ ചെലവായിട്ടുണ്ട്. അവർ ആക്ച്വലി 50,000 ഫിക്സഡ് മാനുഫാക്ചറിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഫാക്ടറിയുടെ റെന്റ് ആണെന്ന് അസ്യൂം ചെയ്താൽ 50,000 ആക്ച്വലി അവർക്ക് ചെലവായിട്ടുണ്ട്. പക്ഷെ അതിൽ 25,000 അവർക്ക് ഇവിടെ കാണിക്കേണ്ടി വന്നിട്ടുള്ളൂ. ഇത് ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ അതുവരെ ക്ലിയർ അല്ലേ? പക്ഷേ ഇനി കോൺട്രിബ്യൂഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ ഈ ഫിക്സഡ് മാനുഫാക്ചറിംഗ് ഓവർഹെഡ് ഇവരുടെ ഫിക്സഡ് കോസ്റ്റ് ആണ്. ഓക്കെ, ആ വർഷം എത്ര ഫിക്സഡ് മാനുഫാക്ചറിംഗ് കൂടെ ചെലവായിട്ടുണ്ടോ, 50,000 ചെലവായിട്ടുണ്ടെങ്കിൽ 50,000 ഇവിടെ ചെലവാക്കി കാണിക്കണം. മനസ്സിലായിട്ടുണ്ടോ? അപ്പം ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്താലുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ കുറെ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ ഈ വിറ്റ യൂണിറ്റ്സിനെക്കാട്ടി കൂടുതൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫിക്സഡ് മാനുഫാക്ചറിംഗ് ഓവർഹെഡിലെ ആ ഒരു എക്സ്പെൻസിലെ ഒരു പോർഷൻ അവർക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റിൽ കൊണ്ടുവരുന്നതിന് പകരം ബാലൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ടോട്ടൽ അവർക്ക് 50,000 ഫിക്സഡ് മാനുഫാക്ചറിംഗ് ഓവർഹെഡ് ഫാക്ടറിയിൽ റെന്റ് വന്നിട്ടുണ്ട്. പക്ഷെ അവർ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് പക്ഷെ അതിൽ 500 യൂണിറ്റേ വിറ്റിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സിലേക്ക് 25,000 വന്നിട്ടുള്ളൂ. പക്ഷെ ഇവിടെ 50,000 മൊത്തം വന്നു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൽ. ഓക്കെ, ഇവിടെ അവർക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫിക്സഡ് കോസ്റ്റ് എത്രയാണോ ചെലവായത് അത് കംപ്ലീറ്റ്ലി ക്രെഡിറ്റ് കോസ്റ്റ് ആയിട്ട് അവർ ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് 50,000 മൊത്തം റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഇവർക്ക് 25,000 ചെലവ് വന്നിട്ടുള്ളൂ, ഇവിടെ 50,000 വന്നു. അപ്പൊ ആണെങ്കിൽ ഏതിലെ ലാഭം കൂടുക? ഏത് ഇൻകം സ്റ്റേറ്റ്മെന്റിലെ ലാഭം കൂടുക? ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിലെ ഒരു 25,000 എക്സ്ട്രാ അവിടെ പ്രോഫിറ്റ് ഉണ്ടാവും. ഓക്കെ, ഈ ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലേ അവർ പബ്ലിക്കിലേക്ക് കൊടുക്കുന്നത്. ഈ ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ടല്ലേ ഇൻവെസ്റ്റേഴ്സ് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. പ്രോഫിറ്റ് കൂട്ടി കാണിക്കാന്ന് പറഞ്ഞാൽ കമ്പനിക്ക് നല്ലതല്ലേ? അല്ലെ? കമ്പനിക്ക് പ്രോഫിറ്റ് കൂട്ടി കാണിക്കുന്നതാണ് കമ്പനിക്ക് നല്ലത്. കാരണം കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടെന്ന് ആൾക്കാർ വിചാരിച്ചാലേ ആൾക്കാർ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, ബാങ്കുകളിൽ ലോൺ തരുള്ളൂ, സപ്ലൈസ് ക്രെഡിറ്റിന് സാധനം തരുള്ളൂ. അല്ലെ? സോ ഈ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് പബ്ലിക്കിന് വേണ്ടി കൊടുക്കുന്നത്? അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് പബ്ലിക്കിന് കൊടുക്കാത്തതെന്ന് വെച്ചാൽ ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്താൽ അവർക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ട്. കൂടുതൽ സാധനം പ്രൊഡ്യൂസ് ചെയ്തിട്ട് കൂടുതൽ പ്രോഫിറ്റ് ഉള്ള പോലെ കാണിക്കാം. ഓക്കെ, ഇനി 500 യൂണിറ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ, 500 യൂണിറ്റ് കംപ്ലീറ്റ് വിറ്റും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ബാലൻസ് ഷീറ്റിലേക്ക് ഒന്നും പോകില്ല. ഓക്കെ, അല്ല 500 1000 യൂണിറ്റ് അവർ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തത് കംപ്ലീറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ വന്ന് 6 യൂണിറ്റും അവർ വിറ്റാല് വിറ്റ സാധനത്തിന്റെ കോസ്റ്റ് ആണ് ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ വരിക. 25,000 പകരം 50,000 മൊത്തം വന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടിലും സെയിം ആണ്, രണ്ടിലും സെയിം പ്രോഫിറ്റ് വരിക. അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു പേരാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്. കോസ്റ്റിംഗ് എന്ന ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി ആ സെക്ഷൻ എടുക്കുന്ന ഫാക്കൽറ്റി ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ട്രഡീഷണൽ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് കൂട്ടി കാണിക്കാനുള്ള ഒരു ചെറിയ പരിപാടി ഉണ്ട്. അതിനാണ് ഇത് പബ്ലിക്കിന് വേണ്ടി കൊടുക്കുന്നത്. അതാണ് അതിന്റെ പിന്നിലുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടില്ലേ? അപ്പം നമ്മൾ Yes, sir. ആക്ച്വലി ടോപ്പിക്കിൽ കടന്നിട്ടില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള 2 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ബാലൻസ് ഷീറ്റ് ആണ് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യാം. നാളെ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റന്നാളെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ റേഷ്യോസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിന്റെ എക്സാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇന്നത്തെ ക്ലാസ് അല്ലെങ്കിൽ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? Yes, sir. ക്ലിയർ ആണ്. ആരാധന ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇന്ന് ചെയ്ത നോട്ടിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഹോംവർക്ക് ഞാൻ നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ തരാം. എന്താ വെച്ചാൽ ബാലൻസ് ഷീറ്റ് കൂടി ഡിസ്കസ് ചെയ്തിട്ട് ചെയ്താൽ നന്നായിരിക്കും. ഹോംവർക്ക് നോക്കാം, പറ്റുകയാണെങ്കിൽ തരാം. അല്ലെങ്കിൽ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് രണ്ടും ഒരുമിച്ച് ചെയ്യാം. ഇൻകം സ്റ്റേറ്റ്മെന്റും ചെയ്യാം, ബാലൻസ് ഷീറ്റും എക്സാം ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ഇൻകം സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഷീറ്റും എക്സാക്ട് നമുക്ക് മനസ്സിലായിരിക്കണം. എന്നാൽ ഈ സെക്ഷൻ ഭയങ്കര സിമ്പിൾ, എസ്പെഷ്യലി ബാലൻസ് ഷീറ്റ്. ഏറ്റവും കൂടുതൽ വരെ ബാലൻസ് ഷീറ്റിലെ ഐറ്റംസും കാര്യങ്ങളാണ്. ഇപ്പം ക്ലിയർ അല്ലേ ഇന്നത്തെ ക്ലാസ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാളെ 8 PM നാളെ ബാലൻസ് ഷീറ്റ് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ Yes, sir. ഓക്കെ, താങ്ക് യു. Okay, sir. Thank you. So, thank you. ഓക്കെ.